اللهم اشف مرضانا يا شافي الأمراض. ربنا آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا اغفر لنا وارحمنا ولوالدينا، ربنا ارحمهم كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على خير خلق الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. സൂറത്തുൽ അൻഫാലാണ്. മുപ്പത്തിയഞ്ചാമായത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون. إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون. ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم. أولئك هم الخاسرون. قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين. وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله. فإن انتهوا فإن الله بما يعملون بصير. وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير. واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما
أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم إنه عليم بذات الصدور. وإن يريكموهم إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون. صدق الله. وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون. وما لهم അവർക്കെന്തു പറ്റി അല്ലാ യുഅദ്ദിബഹും അല്ലാഹ് അല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അവർക്കെന്തു പറ്റി? വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം, ഏതവസ്ഥയിൽ അവർ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നു. വമാ കാനൂ ഔലിയാഅഹ്, ആ മസ്ജിദുൽ ഹറാമിന്റെ സംരക്ഷകർ അവരല്ലതാനും. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അതിന്റെ ഔലിയാക്കൾ മുത്തഖീങ്ങളല്ലാതെയല്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എങ്കിലും അധികപക്ഷം ആളുകൾക്കും അവരിൽ നിന്ന് അധികം ആളുകൾക്കും ലാ യഅലമൂന, അത് സംബന്ധമായി അറിയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മളെ വമാലഹും അല്ലാ യുഅദ്ദിബഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? എന്ത് യോഗ്യതയിലാണ് അല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കേണ്ടത്? വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ അവർ തടയുന്നു. മസ്ജിദുൽ ഹറാമിലേക്ക്, അതായത് പള്ളിയിലേക്ക് പോകുന്നതിനെ തടയുന്ന ഒരു വിഭാഗം ആളുകളെ രക്ഷപ്പെടുത്താനുള്ള എന്ത് കാര്യമാണ് പഠിച്ചവനുള്ളത്? പക്ഷെ എന്നിട്ടും അല്ലാഹു എന്തേ അങ്ങനെ ചെയ്യാതിരുന്നത്?
അതാണ് നേരത്തെ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞത് എന്ത്? അള്ളാഹു ഒരു വിഭാഗത്തെ ശിക്ഷിക്കാൻ ആഗ്രഹിച്ചാലും അന്തഫീഹി, അങ്ങ് അവിടെയുണ്ട്. അങ്ങുള്ള ഒരു ജനതയെ ശിക്ഷിക്കില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരെ രക്ഷപ്പെടുത്തുന്നത്. അല്ലാതെ എന്തു കാര്യത്തിലാണ് നബിയെ? അതാണ് ഒമാലഹും അല്ലായു അദ്ദിബും. അല്ലാതെ എന്തു കാര്യത്തിലാണ് അവർ ശിക്ഷിക്കാതിരിക്കേണ്ടത്? അവരെന്താ ചെയ്യുന്നത്? വഹും യസുദ്ദൂന അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് നമസ്കരിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനുമുള്ള മനുഷ്യന്റെ ആവശ്യത്തിൽ നിന്ന് ആളുകളെ തടയുന്നു എന്നതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കാനുള്ള എല്ലാ അവകാശവും അള്ളാഹുവിനുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പടച്ചവനവരെ ശിക്ഷിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് അതിന്റെ ഔലിയാ അവരാണെന്നാണ്. അതായത് അവരുടെ സംരക്ഷകർ, മസ്ജിദുൽ ഹറാമിന്റെ സംരക്ഷകർ പരമ്പരയാ ഞങ്ങൾക്കാണ് എന്ന് അവർ പറയുന്നു. ആര്? ഖുറൈശികൾ പറയുന്നു. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. എല്ലാ പള്ളിയുടെയും ഔലിയാക്കൾ ആരാകണം? മുത്തഖീങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതല്ല, അല്ലെങ്കിൽ എങ്ങനെയോ അധികാരം കിട്ടി എന്നതല്ല, മറിച്ച് ആരാകണം? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളാകണം. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാലോ, മുത്തഖി എന്ന് പറഞ്ഞാൽ സാമാന്യമായി ഏറ്റവും താഴെയുള്ള പദവി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ചതിനെ വിരോധിക്കുകയും ചെയ്യുന്നതാണ്. ഇതിന് അങ്ങേയറ്റത്തെ പദവി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നും മനസ്സിൽ പോലും ഉണ്ടാവാത്തതാണ്. വലിയ പദവിയാണ്. ഏറ്റവും ചെറിയ പദവിയാണ് എന്ത്? ഇംതിസാലു അവാമിരില്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് ആ കൽപ്പനകളെ അനുസരിക്കുക. വജ്തിനാബു അവാമിരിഹി, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് പിന്നെ വജ്തിനാബു നവാഹിഹി, അള്ളാഹു നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിരോധനം, സ്വയം മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ ഇത് ഹറാമില്ലാതാവുക, കൽപ്പനകൾ അംഗീകരിക്കുക. അതിന്റെ പടി അങ്ങ് ഉയർന്നു പോയാൽ അവസാനം ഹലാല് പോലും ചെയ്യാൻ മടിക്കുക എന്ന് പ്രവർത്തിക്കും. അത് ഹലാല് പോലും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അതായത് മിക്കവാറും ഒരുപാട് ഹലാലുകൾ പോലും മാറ്റിവെച്ചിട്ടാണ് പടച്ചവനെ ആര് പേടിച്ചിരുന്നത്? മഹാന്മാരായ മുഅ്മിനീങ്ങൾ, മഹാന്മാരായ സ്വഹാബാക്കൾ പഠിച്ചു. ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ് പറയുന്നത്, അതായത് 10 പോലും ഞങ്ങൾ ഹലാൽ എടുക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഹറാമിലേക്ക് വീണു പോകുമോ എന്ന് പേടിച്ചിട്ട്. അവരുടെ സ്റ്റാറ്റസ് അത്ര വലുതാണെന്ന് ആലോചിക്കണം. 10 പോലും ഞങ്ങൾ ഹലാല് എടുക്കുമായിരുന്നില്ല, ഹലാലും ഹറാമിലേക്ക് വരുമോ എന്ന് പേടിച്ചതിന് വേണ്ടി. അപ്പോ ചിലപ്പോ ഹലാല് പോലും ഉപേക്ഷിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ വാജിബാത്തുകളെയും സുന്നത്തുകളെയും അധികരിക്കും. ഹറാമുകളെയും കറാഹത്തുകളെയും മാത്രമല്ല, ഹലാലുകളെപ്പോലും അവർ പേടിച്ചതിന്റെ പേരിൽ മാറ്റിവെക്കും. അത് ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന മുത്തഖിയാണ്. പക്ഷെ ഏറ്റവും താഴെയുള്ള മുത്തഖി ആരാണ്? അള്ളാഹുവിന്റെ കൽപ്പന സമ്പൂർണമായി അനുസരിക്കുകയും അവാമിറുല്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും അള്ളാഹു നിരോധിക്കാൻ ആവശ്യപ്പെട്ടവയെ നിരോധിക്കുകയും ചെയ്യുന്നിടത്താണ്, അതിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നിടത്താണ് ആരുള്ളത്? മുത്തഖീൻ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അതിന്റെ ഔലിയാക്കൾ, മസ്ജിദുൽ ഹറാമിന്റെ ഔലിയാക്കൾ, മസ്ജിദുൽ ഹറാമിന്റെ പരിപാലകർ. ഇല്ലൽ മുത്തഖൂന, മുത്തഖീങ്ങളല്ലാതെ പാടില്ല. മുത്തഖീങ്ങളല്ലാതെ അല്ല, മുത്തഖീങ്ങൾക്കാണ് അതിന്റെ യോഗ്യതയുള്ളത്. അള്ളാഹുവിന്റെ പള്ളിയുടെ തന്നെ പരിപാലകരും ആരാകണം? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة വആത الزكاة വലം യഖ്ശ ഇല്ലല്ലാഹ്. കുറെ യോഗ്യതയുണ്ട്. എന്തൊക്കെയാ? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളുടെ പരിപാലകർ. മൻ ആമന ബില്ലാഹി, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വഅഖാമ الصلاة, അവർ നമസ്കാരം നിരന്തരം നിലനിർത്തുന്നവരാണ്. വആത الزكاة, സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കാത്തവരാണ്. ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ, അവരാണ് فعسى أولئك أن يكونوا من المهتدين.
അവർ മുഖ്തദീങ്ങളിൽപ്പെട്ടവരായേക്കാം, അവര് ഹിദായത്ത് സിദ്ധിച്ചവരാകാം. അപ്പോ അള്ളാഹു ഇത് പറഞ്ഞു വെക്കുന്നത് ഇത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. മക്കയിൽ നിരന്തരമായി അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും പീഡിപ്പിച്ച ഒരു ജനതയുടെ കഥ പറയാണ്. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ബിയ. അവരുടെ നമസ്കാരമായിരുന്നു പള്ളിയിൽ ഇല്ലാ മുകാഅൻ വതസ്ബിയതൻ, കൊട്ടും കൊരവയുമായിരുന്നു. അതായിരുന്നു അവരുടെ പ്രാർത്ഥന. നഗ്നരായിരുന്നു മക്കയിൽ തവാഫ് ചെയ്യുമ്പോൾ ആളുകൾ, പെണ്ണുങ്ങളും ആണുങ്ങളും. എന്നിട്ട് അവർ കൊട്ടും കൊരവയുണ്ടാക്കുകയും, അതായത് അങ്ങനെ കൈകൊട്ടിപ്പാടി കരഞ്ഞ് ബഹളുണ്ടാക്കി ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതി. അതായിരുന്നു മസ്ജിദുൽ ഹറാമിൽ തവാഫ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പൊ ഇന്ത്യയിലെ ചില ക്ഷേത്രമുറ്റത്തൊക്കെ നടക്കുന്ന അതേ സ്വഭാവം തന്നെയായിരുന്നു ഇവിടെ. തവാഫ് ചെയ്തിരുന്ന മക്കയിലെ, അതായത് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ രീതിയിൽ അവർ ചെയ്തിരുന്നു. മുകാഅൻ വതസ്ബിയതൻ, തസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈകൊട്ടലാണ്, കൈകൊട്ടിപ്പാടിയിരുന്നു. മുകാഅൻ ചൂളം വിളിച്ചിരുന്നു, ചൂളം വിളിക്കുക, പിന്നെ കരയ, എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ബഹളം കൂട്ടുക, എന്നിട്ട് പിന്നെ നഗ്നരായി ഇങ്ങനെ തവാഫ് ചെയ്യുക. ആ രീതിയായിരുന്നു. എന്തൊരു വൃത്തികെട്ട രീതിയായിരുന്നു അല്ലേ? ഒരു അപരിഷ്കൃത ജനതയെ എങ്ങനെ മുഹമ്മദ് നബി നന്നാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോചിക്ക്, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ബിയ. അവരുടെ നമസ്കാരമായിരുന്നില്ല മസ്ജിദുൽ ഹറമിൽ ഇല്ലാ മുകാഅൻ വതസ്ബിയതൻ, കൊട്ടും കുരവയുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. കൈകൊട്ടിപ്പാടിയും ചൂളം വിളിച്ചും നടന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ. പരസ്പരം ആക്ഷേപിച്ചും തെറിവിളിച്ചും നടന്നവരായിരുന്നു അവർ. അപ്പൊ ഭരണിപ്പാട്ട് അവിടെ തുടങ്ങിയിരുന്നില്ലേ? ഭരണിപ്പാട്ട് എവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. നബിയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ പ്രബോധനം തുടങ്ങിയ കാലം. ഒരു ജനതയുടെ അപരിഷ്കൃതത്വം ആലോചിക്കണം. രണ്ട് കാര്യത്തിനായിരുന്നു ഇവിടെ എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. ഒന്ന്, റസൂലും സ്വഹാബത്തും ശാന്തമായി ആരാധന നടത്തുന്നതിനെ തടയാനും കൂടിയാണ് എന്ത് ചെയ്തത്? ഇല്ലാ മുകാഅൻ വതസ്ബിയതൻ. പോരാ, അവരുടെ വിശ്വാസത്തിൽ തന്നെ അങ്ങനെ ഒന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ചെയ്താലേ കൂലി കിട്ടൂ. അതായിരുന്നു. അല്ലെങ്കിൽ കൂലി കിട്ടാനല്ലേ ഈ പാവങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോകുന്നത്? എന്തിന്? പച്ച ചീത്ത വിളിച്ചിട്ട്. അതിന് ന്യായീകരണം ഉണ്ട് കേട്ടോ, എല്ലാത്തിനുണ്ടല്ലോ ന്യായീകരണം. അതായത് മനസ്സിന്റെ മുഴുവൻ മാലിന്യം പുറത്തേക്ക് ഇടാണ്. അങ്ങനെ സകലം ഇടാൻ തുടങ്ങി എന്തുണ്ടാവും? അപ്പൊ ഇതൊരു പിന്നെ അതായത് മുശ്രിക്കിന്റെ സ്വഭാവത്തിന്റെ രീതിയിൽപ്പെട്ടതാണ്. എല്ലാം പ്രാകൃതമാണ്. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. ഇതുകൊണ്ട്, അതായത് ഇതിൽ കഠിനമായി വിശ്വസിക്കുകയും അങ്ങനെ പ്രവാചകരെയും പരിശുദ്ധരായ സ്വഹാബത്തിനെയും അവരുടെ വിശുദ്ധമായ ദീനിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ആളുകളോട് അല്ലാഹു പറയുന്നു, ഫദൂഖു, നിങ്ങൾ രുചിച്ചോളുക, അൽ അദാബ, ശിക്ഷയെ രുചിച്ചോളുക, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കാഫിരീങ്ങളായ കാരണത്താൽ. നിങ്ങൾ കാഫിരീങ്ങളായ കാരണത്താൽ നിങ്ങൾ ശിക്ഷയെ രുചിച്ചോളൂ എന്ന് പറയുമ്പോ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്നതാണ്. എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ കാഫിറാണെന്നാ പിടിച്ചോ വലിച്ചോ കൊണ്ടുവന്നിട്ട് രണ്ട് വെട്ടുവെട്ടി പുറത്തിടാന്നല്ല. എപ്പോ നിങ്ങൾ കാഫിരീങ്ങളായ കാരണത്താൽ ശിക്ഷ രുചിക്കോളൂ എന്ന് പറയുന്നത് മക്കയിലും പിന്നീട്, അതായത് ഈ രംഗം തന്നെ എവിടെയാണ്? സൂറത്തുൽ അൻഫാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ബദർ യുദ്ധരണാങ്കളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. യുദ്ധരണാങ്കളത്തിലാണ് പിന്നെ അതായത് ഗനീമത്ത് മുതലുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ അൻഫാൽ വരുന്നത് തന്നെ. അപ്പൊ ഈ ആയത്തുകൾ മുഴുവനും ഏതൊരു പശ്ചാത്തലമുണ്ടെന്നർത്ഥം? ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലമുണ്ട്. യുദ്ധ പശ്ചാത്തലത്തിലാണ് ഇത് അവതീർണമാകുന്നത്. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ കാഫിരീങ്ങളായതിനാൽ നിങ്ങൾ രുചിച്ചോളൂ അദാബിനെ, ശിക്ഷയെ രുചിച്ചോളൂ. ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ്, നിശ്ചയം സത്യനിഷേധികൾ
യുൻഫിഖൂന അംവാലഹും, അവരവരുടെ സമ്പത്തിനെ ചെലവഴിക്കുന്നു, ലിയസുദ്ദു അൻ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നതിനു വേണ്ടി, ഫയുൻഫിഖൂനഹ, എന്നിട്ടവർ സമ്പത്തിനെ ചെലവഴിക്കുകയും ചെയ്യുന്നു, സുമ്മ തകൂനു അലൈഹിം ഹസ്റതൻ, പിന്നെ അതവർക്ക് മേൽ വലിയൊരു ഖേദമായി മാറുന്നു, സുമ്മ യുഗ്ലബൂന, പിന്നെ അവർ പരാജയപ്പെടുകയും ചെയ്യും, വല്ലദീന കഫറൂ ഇലാ ജഹന്നമ യുഹ്ശറൂൻ, സത്യനിഷേധികൾ നരകത്തിലേക്ക് പിന്നീട് വലിച്ചു ചേർക്കപ്പെടുന്നതാണ്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ലിയമീസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്, അല്ലാഹു വേർതിരിക്കുന്നതിന് വേണ്ടി അൽ ഖബീസ മിനത് ത്വയ്യിബി, ത്വയ്യിബിൽ നിന്ന് അഥവാ നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിക്കാൻ വേണ്ടി, വയജ്അലൽ ഖബീസ ബഅലഹു അലാ ബഅലിൻ, ജീർണതയെ തിന്മയെ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കാൻ വേണ്ടി, ഫയർക്കുമഹു, അതൊരു കൂമ്പാരമാകാൻ, ജമീഅൻ, അത് മുഴുവനും ഒരു കൂമ്പാരമാകാൻ, ഫയജ്അലഹു ഫീ ജഹന്നം, എന്നിട്ടതിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജിതർ. അവരുടെ പര്യവസാനം അല്ലാഹു പറയാൻ, അവരെ ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പീഡനങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും വന്ന സമയങ്ങളിലൊക്കെ. എന്തോ ഒരു സുഖന്ത് ശീലാവാണ്ടല്ലേ, പലപ്പോഴൊക്കെ ശീലാവ, ഒരു സ്വാഭാവികത നഷ്ടപ്പെടുന്നു. ഇതാണല്ലേ നിങ്ങൾക്ക് വല്ല ഫീൽ ചെയ്താ? അപ്പൊ അവർ പീഡനങ്ങൾ നടത്തിയപ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. ആ കഠിനമായ പീഡനങ്ങളുടെ കാലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ക്ഷമയുടെയും സഹനത്തിന്റെയും കാലാണ്. പക്ഷേ തീരെ അദാബുകൾ അവതരിപ്പിക്കാതെ പോയാൽ ഉണ്ടാകുന്നത് നോക്കിയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? അവസാനം യുദ്ധത്തെ അനുവദിക്കപ്പെടുന്നത്. യുദ്ധം അനുവദിക്കുന്നതിൽ പോലും ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, വളരെ കർശനമായി ഇത് പറയുമ്പോഴും വളരെ കർശനമായി നീതി നടപ്പിലാക്കിയിരുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ടാണ് യുദ്ധം അനുവദിക്കപ്പെട്ടോടത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, നിങ്ങൾ യുദ്ധം അനുവദിച്ചു, പക്ഷേ വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വലാ തഅ്തദൂ, നിങ്ങൾ അതിക്രമം കാണിച്ചേക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അല്ലാഹു അതിക്രമം കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ്. അതിക്രമം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും അനീതി എന്ന് പറയുന്നതാണ്. അതായത് പരിധി വിട്ടുകിടക്കുക. നിങ്ങൾക്കൊരു പരിധിയുണ്ട്, അത് വിട്ടുകിടക്കാതിരിക്കുക. യുദ്ധത്തിലും പരിധിയുണ്ട്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട പെണ്ണിനെ നോക്കി മുഹമ്മദ് നബി കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞു മക്കളെ നോക്കി അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പൊട്ടിത്തെറിച്ചു. നബി തിരുമേനി അള്ളാഹുവിന്റെ പ്രവാചകനെ അങ്ങനെ ചോദിച്ചപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, നബി അത് ശത്രുവിന്റെ കുട്ടിയാണ്. റസൂൽ ചോദിച്ചു, ശത്രുവിന്റെ കുട്ടിയോ? അങ്ങനെ കുട്ടിക്ക് വേർതിരിവുണ്ടോ? അലം അൻഹക്കും അൻ ഖത്ലിൻ നിസാഇ വസ്സുബിയാൻ, കൊച്ചുമക്കളെയും സ്ത്രീകളെയും കൊല്ലരുതെന്ന് ഞാനല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടത്? നോക്കൂ, യുദ്ധകാലങ്ങളിൽ കൊല്ല ചെയ്യപ്പെടുന്നത് തെറ്റാവാത്ത അത്രയേറെ രൂക്ഷമാം വിധം പിഞ്ചുമക്കളും പെണ്ണുങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന യുദ്ധകാലങ്ങളാണ് ആധുനിക യുദ്ധചരിത്രത്തിൽ മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്, അല്ലെ? ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കൾ കൊല ചെയ്യപ്പെടുന്നു. പുതിയ യുദ്ധങ്ങൾ. ഏത് യുദ്ധങ്ങൾ? ഭീകരാക്രമണ യുദ്ധങ്ങളല്ല. രാഷ്ട്രങ്ങൾ അവരുടെ നിയമ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന യുദ്ധങ്ങളിൽ പോലും മരിച്ചു വീഴുന്നത് കുഞ്ഞുമക്കളാണ്. ഇസ്രായേലിടുന്ന ബോംബിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ആരാണ്? കുഞ്ഞുമക്കളാണ്. നിയമം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അന്താരാഷ്ട്ര നിയമം എന്ന് പറഞ്ഞൊരു വലിയ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. UN അസംബ്ലി, വലിയൊരു ഗവൺമെന്റ് ഉണ്ട് നമുക്ക്, വലിയൊരു അന്തമക്കളാണ്. 5 ലക്ഷം കുഞ്ഞുമക്കൾ പിന്നെ ഇറാഖ് മരുന്നുപരോധ കാലത്ത് മാത്രം മരിച്ചു എന്നാണ്. ഇറാഖിലും മരുന്നുപരോധിച്ചു ആര്? UN.
അന്ന് മാത്രം 5 ലക്ഷം അല്ല US എന്ന് പറയുന്നത് പിന്നെ ഒരു രാജ്യം, പക്ഷെ അതിന്റെ ചട്ടുകാരാണ് UN ആണ്. UN കൊണ്ടാണ് ഉപരോധത്തിന്റെ നിയമം ഉണ്ടാക്കല്, ഇവന്റെ ആവശ്യം. പക്ഷെ ആരാണ് ചെയ്യിപ്പിക്കുക? UN കൊണ്ട് പ്രമേയം പാസാക്കി, ഉപരോധം ഉണ്ടാക്കി, US അംഗീകരിപ്പിച്ചു. അതിന്റെ ഭാഗമായി 5 ലക്ഷം മക്കൾ മരിച്ചു. 5 ലക്ഷം. നോക്കൂ, അങ്ങനെ ഒരു അവസ്ഥ പോലും മുഹമ്മദ് നബിയുടെ കാലത്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കാൻ പ്രവാചകർ പ്രത്യേകം ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങളല്ലല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീനയിൽ നിന്നുള്ള മക്കയിലേക്കുള്ള യാത്രയിൽ 10,000 സ്വഹാബാക്കളുമായി പോകുമ്പോൾ ഒരു നായ അതിന്റെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ശ്രമം നടത്തുമ്പോഴേക്കും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നായക്ക് വേണ്ടി കാവലിരിക്കാൻ തന്റെ സ്വഹാബിയോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. മനുഷ്യരെ കുറിച്ചല്ല, ഒരു നായക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നായ അതിന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഈ പടയാളികൾക്കിടയിലെങ്ങാനും ചതഞ്ഞരിഞ്ഞ് മരിച്ചു പോകുമോ തന്റെ കുഞ്ഞുങ്ങളെന്ന വെപ്രാളത്തിൽ ആ നായ അതിനെ ഈ കുഞ്ഞുങ്ങൾ അടുത്തു പിടിക്കുമ്പോ റസൂൽ അവിടുത്തെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരു സഹാബിയോട് പറയുന്നു, നമ്മുടെ ഒട്ടക സംഘങ്ങൾ, നമ്മുടെ കുതിരപ്പടയാളികൾ പോകുന്നതിനിടയിൽ ഈ അമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് നാശം സംഭവിച്ചേക്കരുത്, അതുകൊണ്ട് നീ ഇതിനു വേണ്ടി മാത്രം വകഞ്ഞു നിൽക്കണം എന്ന് പറയുന്നു സയ്യിദുനാ റസൂൽ. ഈ ആയത്തുകളൊക്കെ ഓതുമ്പോ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്നറിയാം. കാരണം എന്താ വെച്ചാൽ ഒരു ആയത്തിന്റെ മാത്രം അക്ഷരങ്ങളിൽ നിന്ന് പിടിക്കരുത്, അതിന്റെ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ട് വേണം അതിനെ പഠിക്കാൻ. ഇവിടെ കഠിനമായ പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ട, അത്രയേറെ ശക്തമാം വിധം ദുരിതങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു ജനതയോട് അള്ളാഹു അവസാനം പറഞ്ഞു കൊടുക്കാണ്, ഇവർക്ക് ശിക്ഷ അർഹരായ ഒരു വിഭാഗമാണ്. അതാണ് ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ തടയാനുള്ള ശക്തമായ പണി അവരെടുക്കുന്നു. എപ്പോഴും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ആരെങ്കിലും മുസ്ലിമായാൽ അപ്പോഴൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വസിച്ചിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശക്തമായ ശ്രമം അവർ നടത്തുന്നു. അതിനുവേണ്ടി എന്തും ചെലവഴിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വിഭാഗം ഫസയുൻഫിഖൂനഹ, അവർ അതിനെ ചെലവഴിക്കും. പിന്നെയും സുമ്മ തകൂനു അലൈഹിം ഹസ്റത്തൻ, പിന്നെ അത് അവർക്കൊരു വലിയ ഖേദമായി മാറും. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ നെടും ഖേദം എന്നാണ് അർത്ഥം. ഹസ്രത്ത്, നമ്മൾ ചിലരൊക്കെ ഹസ്രത്ത് എന്ന് വിളിക്കാറില്ലേ, അത് ഹസ്രത്താട്ടോ. എന്തല്ല ഹസ്രത്തല്ല, ശരിക്കും ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ഖേദം എന്നാണ്. യാ ഹസ്രത അലൽ ഇബാദ് അല്ലേ, യാ ഹസ്രത അലൽ ഇബാദ്, അടിമകളുടെ മേലുള്ള നെടും ഖേദമേ. വലിയ ഖേദത്തിനാണ് എന്ത് പറയണത്? ഹസ്രത്ത്. ഹലറത്താണ് ശരിക്കും. അത് പിന്നെ ഉറുദുവില് ഹസ്രത്ത് എന്ന് പറയും. അതിൽ നിന്നാണ് എന്തിനാണത് മലയാളത്തിലേക്ക് പോയപ്പോ അത് ഹസ്രത്തായത്. ഇല്ല, ഹസ്രത്ത് എന്ന് പറയുന്നത് ലാ ആണ് ശരിക്കും. ഹലറത്ത് അഭിവന്ദ്യ സാന്നിധ്യം എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുക. ഹലറത്ത്, ഹലറത്ത് ഷെയ്ഖ്, ഇന്നയാൾ എന്നൊക്കെ പറയാറുള്ളത്. പക്ഷെ ഇതെന്താണ്? ഹസ്രത്ത് ആണ്. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ഖേദം, ദുഃഖം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അവർക്ക് മേൽ അത് വലിയ ദുഃഖമായി മാറും. അതായത് പാരത്രിക ജീവിതം അവർക്ക് വലിയ ദുഃഖമായി മാറും. സുമ്മ യുഗ്ലബൂൻ, പിന്നെ അവർ പരാജയപ്പെടുകയും ചെയ്യും. ഇത് വേറൊരു കാര്യം കൂടി പറയേണ്ടത്, അതും ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകതയിൽ നിന്ന് പറയുകയാണ്. അതായത് കഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന സ്വഹാബത്തിന്റെ നിരാശയുടെ മുമ്പിലാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്, ഈ ജനത പരാജയപ്പെടും. ആരോടാ പറയണത്? മുഹമ്മദ് നബിയുടെ സ്വഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജനത അവർ സ്വയം ചെലവാക്കി ഇതെല്ലാം നിങ്ങൾക്കെതിരായി അവർ ഇത്തരം ഉപാധികൾ മുഴുവൻ നടത്തി അവസാനം സുമ്മ യുഗ്ലബൂൻ, പിന്നെ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ എന്താണ്? സ്വഹാബത്തിന്റെ ഒരു ആവേശമുണ്ട്. എപ്പോഴാ ഇതൊന്ന് കിട്ടാന്നാണ് അവരുടെ മനസ്സ്, എപ്പോഴാ ഈ സഹായം ലഭ്യമാവുക എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, സുമ്മ യുഗ്ലബൂന, പിന്നെ അവർ പരാജയപ്പെടും. ഇതിനി പിന്നെ അന്നത്തെ ഒരു കാലത്തിന്റെ മാത്രം ചരിത്രമായും കാണണ്ട. ഏതു കാലത്തും ശത്രുവിന്റെ സ്വഭാവം അവസാനത്തെ പരാജയം ആർക്കാണ്? ശത്രുക്കൾക്കാണ്. അവസാനത്തെ പരാജയം സത്യനിഷേധത്തിനാണ്. എപ്പോഴും അവസാനത്തെ വിജയം എവിടെ തന്നെയാണ്? സത്യവിശ്വാസത്തിനാണ്. അല്ലെ, തിൽക്കദ്ദാറുൽ ആഖിറ,
نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين تلك الدار الآخرة പാരത്രിക ജീവിതം ലില്ലദീന ലാ യുരീദൂന ഉലുവ്വ ഭൂമിയിൽ ആളാകാതെ ജീവിച്ചവർക്കുള്ളതാണ്. ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഇതൊരു പ്രമേയം പോലെ പഠിക്കണ്ട കേട്ടോ. എന്താണ്? കിബറില്ലാതിരിക്കുക, അതാണ് ഉലുവ്. ഞാൻ ആളാണെന്ന് സ്വയം തോന്നാതിരിക്കുക, ഉലുവ്. ലില്ലദീന ലാ യുരീദൂന ഉലുവ്വ ഭൂമിയിൽ ആളാകാതെ ജീവിച്ചവർക്കുള്ളതാണ്. ആളാകാതെ അല്ല, ആളാകാൻ ഉദ്ദേശിക്കാതെ. ആളായേക്കാം, ആള് ആവാം, പക്ഷെ ആരായില്ല, ആളാകാൻ ഉദ്ദേശിക്കരുത്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ആളാകുക എന്ന് പറഞ്ഞാൽ അവൻ എന്താവലാണ്? അവൻ മറ്റാരെങ്കിലും കൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്താൽ അവൻ വലിയ ആളായേക്കാം, പക്ഷെ ലാ യുരീദൂന ഉലുവ്വൻ എന്താവാൻ ഉദ്ദേശിക്കില്ല, ഉലുബ് ഉദ്ദേശിക്കുന്നത്. വലിയ ആളായിരുന്നല്ലോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അവിടുത്തെ അവസാനത്തെ വാക്യങ്ങൾ ഇതാണ്. ഏത്? തിൽക്കദ്ദാറുൽ ആഖിറ ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്നായിട്ടാണ്. മരണത്തിന്റെ തൊട്ടു മുമ്പ് മഹാനവറുകൾ എല്ലാവരെയും പറഞ്ഞു വിട്ടു. രാജഭൃത്യന്മാരായി വന്നു നിന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ടു, സേവകരെ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അടുത്തിങ്ങനെ കാണുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ. ഫാത്തിമയോട് പറയുന്നുണ്ട്, ഞാൻ സുന്ദരമായ ചില മുഖങ്ങൾ കാണുന്നു, പക്ഷെ അവരാരും മനുഷ്യരല്ല. പിന്നെ ആരായിരിക്കും? ഒരു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله ഞങ്ങളുടെ തമ്പുരാൻ അല്ലാഹു ആണെന്ന് പറഞ്ഞവർ, പിന്നെയോ ثم استقاموا അതിലങ്ങ് ഇസ്തിഖാമത്ത് ചെയ്തവർ. അതിലങ്ങ് ഇസ്തിഖാമ ചെയ്യുക. ഇസ്തിഖാമ എന്ന് വെച്ചാൽ അതിലങ്ങ് ഉറച്ചു നിൽക്കുക. എന്തു വന്നാലും എന്റെ നാഥൻ അല്ലാഹു ആകുന്നു എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതിൽ ജീവിക്കുക, ഇസ്തിഖാമത്ത് ചെയ്യുക. അങ്ങനെ ഇസ്തിഖാമത്ത് ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക അവർക്കുമേൽ മലക്കുകൾ അവതരിക്കും. എപ്പോ? അവസാന സമയത്തും മലക്കുകൾ വരും. എന്നിട്ട് എന്താ പറയാ? ലാ തഖാഫു പേടിക്കണ്ട, വലാ തഹ്സനു ദുഃഖിക്കണ്ട, വഅബ്ശിറൂ സന്തോഷിച്ചോളൂ, ലാ തഖഫ് നീ പേടിക്കണ്ട കേട്ടോ, വലാ തഹ്സൻ നിനക്ക് ദുഃഖം വേണ്ട, വഅബ്ശിർ ബിൽ ജന്നത്തില്ലത്തി കുൻത തുഅദ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ഇതാ നിന്റെ മുമ്പിൽ. ഇതാ നോക്കൂ, നീ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ മുഖം. ഇതാരാ? അവൻ പറയും, ഇതെന്റെ റസൂൽ മുഹമ്മദുൻ. എന്തൊരു സന്തോഷത്തിന്റെ മനോഹരമായ മരണം. അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, എന്റെ മുമ്പിൽ മനോഹരമായ ചില മുഖങ്ങൾ കാണുന്നു, മലക്കുകളാണവർ. തതനസ്സലു അലൈഹിമുൽ മലായിക മലക്കുകൾ അവതരിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു ദുഃഖിക്കരുത്, നിങ്ങൾ ഭയക്കുകയും ചെയ്യണ്ട. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്താ അറിയോ? പടച്ചോനെ, സത്യവിശ്വാസിയാണെങ്കിൽ അല്ലാഹുവേ ഞാൻ ഈ ചെയ്തതൊക്കെ നീ സ്വീകരിച്ചോ? എന്റെ അമലുകൾ എന്തെങ്കിലും ബാക്കിയാവോ? ഹുസ്നുണ്ടാകും. അപ്പോഴാ മലക്ക് പറഞ്ഞത് ലാ തഹ്സൻ ദുഃഖിക്കണ്ട, ലാ തഖഫ് നീ പേടിക്കണ്ട കേട്ടോ, നീ പേടിക്കണ്ട, വഅബ്ശിർ സന്തോഷിച്ചോളൂ, ദാ സ്വർഗം, ദാ സ്വർഗത്തിലെ മനോഹരമായ കാഴ്ചകൾ, ഉദ്യാനങ്ങൾ, ഇതെല്ലാം നീ കണ്ടു തന്നെ കണ്ണടഞ്ഞോളൂ. വിയർപ്പ് പൊടിഞ്ഞ നെഞ്ച് അല്ല നെറ്റിത്തടമുണ്ടോ അത് മരണത്തിലെ നല്ല മനുഷ്യന്റെ ലക്ഷണമാണെന്നാണ്. അവൻ ഈ ഉദ്യാനങ്ങളിലൂടെ നടക്കുമ്പോൾ അവന്റെ കാഴ്ചകളിൽ അവൻ അഭിരമിച്ചു പോയ അതെല്ലാം ഓർമ്മകളിൽ വരുമ്പോൾ അവന്റെ നെറ്റിത്തടം വേർക്കും. അല്ലാഹു സൗഭാഗ്യം തെറ്റേ. മരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടു മരിക്കുക, ലിഖാഉല്ലാഹിയെ കൊതിച്ചു മരിക്കാന്ന് പറയും.
അള്ളാഹുവെ നിന്നെ കാണണമെന്നും ഓർത്തു മരിക്കാം. ലിഖാ ഉല്ലാഹ്, അള്ളാഹുവിനെ കാണാൻ ഉള്ള ആഗ്രഹത്തോടെ മരിക്കാം. ഫമൻ കാന യർജു ലിഖാ അല്ലാഹ് ഫൽയഅമൽ അമലൻ സാലിഹാ. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അമലുകൾ ചെയ്തോളൂ. പക്ഷെ അങ്ങനെ കൊതിച്ചു മരിക്കാനുള്ള ഭാഗ്യം, അങ്ങനെ കൊതിക്കാൻ, പടച്ചോനെ നിന്നെ കാണാനുള്ള ആഗ്രഹത്താൽ മരിക്കാം. അപ്പൊ മലക്കുകൾ ഇങ്ങനെ ആശ്വസിപ്പിക്കും. ഈ ആശ്വാസത്തെയാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, വലിയ ആൾ, എത്ര വലിയ ആൾ, യൂറോപ്പിന്റെ ഒരറ്റത്തേക്കും ചൈനയുടെ അതിർത്തിയിലേക്കും ഇന്ത്യയുടെ അതിർത്തിയിലേക്കും കടന്ന പ്രവിശാലമാകുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലവൻ. ആ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലവൻ ചെറിയ ആളല്ലല്ലോ. പക്ഷേ ലാ യുരീദൂന ഉലുവൻ, ആരായില്ല? ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതെ, ഒരു കുല മുന്തിരിക്ക് പോലും പ്രിയ സഖിക്ക് കണക്ക് പറഞ്ഞയാളാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അല്ലേ അല്ലേ അല്ലേ? പാട്ടറിയണേ നിങ്ങൾക്ക്? അല്ലെ, ഒരു കുല മുന്തിരി കിട്ടാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ട പ്രിയതമക്ക് അതുപോലും ബൈത്തുൽ മാലിൽ നിന്ന് എങ്ങനെ എടുക്കാൻ ആകുമെന്ന് ആലോചിക്കുന്ന വിധം ശക്തമായ ഇസ്ലാമിക നീതിയുടെ പ്രതിരൂപമായിരുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ദ സെക്കൻഡ് ഉമർ, അതായത് ഉമർ ബിൻ ഖത്താബിനെ പോലെ തന്നെ ജീവിച്ച ഒരാൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. നീതി നടപ്പിലാക്കിയിരുന്നു അദ്ദേഹം ശക്തമായി. അതുകൊണ്ടാണ് സമർക്കന്ദിലേക്ക് അദ്ദേഹം തന്നെ അയച്ച സർവ്വസൈന്യാധിപൻ അവിടെ ചെന്ന് സമർക്കന്ദിലെ ജനതയോട് പറഞ്ഞു, ചില ഉറപ്പുകൾ കൊടുത്തു. പക്ഷെ ആ ഉറപ്പുകളൊന്നും പാലിച്ചില്ല. അവസാനം സമർക്കന്ത് നിവാസികൾ ഖലീഫയുടെ മുമ്പിൽ കൊണ്ടുപോയി പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് നൽകിയ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാട് കീഴടങ്ങുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ സകലതും സമർപ്പിച്ചു കൊടുത്തത്. പക്ഷേ നിങ്ങളുടെ സർവ്വസൈന്യാധിപൻ, നിങ്ങളുടെ സൈന്യം ഞങ്ങൾക്ക് വാക്കുപാലിച്ചു വന്നില്ല. ഖലീഫ തീരുമാനമെടുത്തു, സമർക്കന്ദിൽ നിന്ന് മുസ്ലിങ്ങൾ തിരിച്ചു പോരണം, മുസ്ലിം പട്ടാളം തിരിച്ചു പോരണം. അപ്പോഴാണ് സമർക്കന്ത് നിവാസികൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് ഒരു രാജ്യം കൈയടക്കിയിട്ട് അവിടെ നിന്ന് എല്ലാം വിട്ടേച്ച് തിരിച്ചു പോരാൻ മാത്രം പറയാൻ നീതിബോധമുള്ള ഒരു ഭരണാധികാരിക്ക് സാധ്യമാകൂ. അതുകൊണ്ട് പിന്നെ സമർക്കന്തുകാർ ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഭരണം തന്നെ മതി, വേറൊരു ഭരണവും ഇനി ഞങ്ങൾക്ക് മേൽ പാടില്ല. അത്ര സുതാര്യവും നീതിനിഷ്ഠവുമായ ഭരണാധികാരിയാണ് സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കുമ്പോൾ ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്, ഭൂമിയിൽ ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദൻ, ഭൂമിയിൽ ആളാകാൻ ആഗ്രഹിച്ചില്ല, ഭൂമിയിൽ കുഴപ്പമുണ്ടാകാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് കൊടുത്തതാണ് ഏത്? തിൽക്കദ്ദാറു, ഏത്? ആ പാരത്രിക ജീവിതം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അവസാനത്തെ ജയം. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളാക്കട്ടെ. വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ, സത്യനിഷേധികളെ നരകത്തിലേക്ക് പിന്നീട് ഒരുമിച്ച് കൂട്ടപ്പെടും. ലിയമീസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബി വയജ്അലൽ ഖബീസ ബഅലഹു അലാ ബഅലിൻ ഫയർകുമഹു ജമീഅൻ ഫയജ്അലഹു ഫീ ജഹന്നം. നന്മയും തിന്മയും അല്ലാഹുവിന് വേർതിരിക്കാൻ, ലിയമീസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബി, ഏറ്റവും നല്ലതിൽ നിന്ന് തിന്മയെ വേർതിരിച്ചെടുക്കാൻ. അതിനാണ് ഈ പണി, അതിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ ശരി എന്നുള്ളത് ഏറ്റവും നല്ല ശരി ആര് പറഞ്ഞു തന്നു? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു. ശരിയല്ല റസൂലുള്ള പറഞ്ഞത്, അങ്ങനെ മനസ്സിലാക്കണ്ട, ഏറ്റവും നല്ല ശരിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, എന്റെ പണി സ്വഭാവത്തിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിക്കലാണ്. മക്കാരിമുൽ അഖ്ലാഖ്, സ്വഭാവത്തിലെ ഏറ്റവും നല്ല സ്വഭാവമാണ് ഞാൻ പഠിപ്പിക്കാം. നല്ല സ്വഭാവമുണ്ട്, ഏറ്റവും നല്ല സ്വഭാവമുണ്ട് അല്ലെ? നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ സാമാന്യം ജീവിക്കുമ്പോൾ നല്ല, ഏറ്റവും നല്ല സ്വഭാവമാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അഹ്സനുൽ ഖുൽഖാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് അഷ്റഫുൽ ഖൽഖ് ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല സ്വഭാവമാണ് നബി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്നമാ ബുഇസ്തു, ഞാൻ നിയോഗിതനായത് ലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖി, ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ്. ഏറ്റവും നല്ല സ്വഭാവം നോക്കിയാൽ അത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. എവിടെയും എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അപ്പോ കേവലം നല്ല സ്വഭാവം എന്നല്ല, ഏറ്റവും നല്ല സ്വഭാവം. അപ്പോ തയ്യിബ് ഏറ്റവും മനോഹരവും സംസ്കൃത സമ്പന്നവുമായ സ്വഭാവങ്ങളിൽ നിന്നും നന്മയിൽ നിന്നും, ഖബീസ്
ഏറ്റവും മോശമായതിനെ വേർതിരിച്ചെടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഈ നന്മയും തിന്മയും അള്ളാഹു വേർതിരിക്കുന്നു. വയജ്അലൽ ഖബീസ ബഅലഹു അലാ ബഅലിൻ ഫയർകുമഹു ജമീഅൻ, എന്നിട്ട് ആ ജീർണതയെ കൂട്ടിക്കൂട്ടി വച്ച് അതിനെ മുഴുവനും നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. അതായത് എല്ലാ തിന്മകളെയും എങ്ങോട്ട് തന്നെ അള്ളാഹു കൊണ്ടുപോകും? നരകത്തിലേക്ക് കൊണ്ടുപോകും. തിന്മകൾ മുഴുവനും ചെല്ലുന്ന സ്ഥലം നരകമാണ്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ മുഴുവൻ വികാരങ്ങളുടെയും അവസാനത്തെ സ്ഥലം ഏതാണ്? നരകമാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചില്ലേ? അതായത് എല്ലാ വെറുപ്പും കൂട്ടിവെച്ചിട്ട് എങ്ങോട്ട് പോകും? അങ്ങോട്ട് പോവും? സ്വർഗത്തിലേക്ക് പോകും. എല്ലാ ആഗ്രഹങ്ങളും കൂട്ടിവെച്ചാൽ എങ്ങോട്ട് പോകും? നരകത്തിലേക്ക് പോകും. എന്തേ അങ്ങനെ പറഞ്ഞ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടോ? കോൺട്രഡിക്ഷൻ ഉണ്ടോ? എന്തോ തോന്നിയോ? കാരണം എല്ലാ വെറുപ്പും കൂട്ടിവെച്ചാൽ എങ്ങോട്ട് പോകും? സ്വർഗത്തിൽ പോകും. എല്ലാ ഇഷ്ടങ്ങളും കൂട്ടിവെച്ചാൽ എങ്ങോട്ട് പോകും? നരകത്തിൽ പോകും. മനസ്സിലായില്ല? അതെ, മനുഷ്യന്റെ വെറുപ്പുകളാണ് ഏത്? സുബഹിക്ക് എണീക്കണം അല്ലെ, അതിന് മുമ്പ് എണീക്കണം, പിന്നെ നിസ്കരിക്കണം, പിന്നെ നോമ്പ് നോക്കണം, കയ്യിലുള്ള കാശ് മുഴുവനും സക്കാത്ത് കൊടുത്ത് തീർക്കണം, ഇല്ലെങ്കിൽ സദഖ കൊടുക്കണം, മനുഷ്യര് എന്തു പറഞ്ഞാലും ക്ഷമയോടെ അതൊക്കെ സ്വീകരിക്കണം. ഇതൊക്കെ ആരുടെ വെറുപ്പാണ്? നമ്മുടെ വെറുപ്പാണ്. ഏതായാലും നമ്മുടെ ഇച്ഛകളുടെ വെറുപ്പാണ് അല്ലെ. അതേസമയം നമ്മുടെ ആഗ്രഹങ്ങളാണ് ഏതെല്ലാം? നന്നായി പൊതച്ചുകൂടി കിടന്നുറങ്ങണം, പിന്നെ കിട്ടിയതൊക്കെ തിന്നണം, കിട്ടിയ രീതിയിലൊക്കെ ജീവിക്കണം, ഏത് വൃത്തികളും ചെയ്യണം. ഇതെല്ലാം മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ദേഹേച്ഛകൾ കൂട്ടിവച്ചാൽ, അതിനെ കൂട്ടിക്കൂട്ടി കുമുകുമാ കൂട്ടിവച്ചാൽ ഫയജ്അലഹു, അതിനെ അള്ളാഹു ആക്കും. ഫയർകുമഹു, എന്നിട്ട് കുമുകുമ അതിനെ കുന്നുകൂന്നു കൂട്ടിയാക്കി വെക്കും. എന്നിട്ടെന്താക്കും? ഫയജ്അലഹു ഫീ ജഹന്നം, അതെങ്ങോട്ട് പോകും? നരകത്തിലേക്ക് പോകും. അവ ദേഹേച്ഛകൾ മനുഷ്യനെ എങ്ങോട്ടയക്കും? നരകത്തിലേക്ക്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട് നബിയെ, സ്വന്തം ഇച്ഛകളുടെ പിന്നാലെ പോയവനെ അവന്റെ വക്കീലാകാൻ നബിയെ അങ്ങക്ക് സാധ്യമാകുമോ? വക്കീലിന്റെ പണി തന്റെ ക്ലയന്റിനെ രക്ഷപ്പെടുത്തലല്ലേ? വക്കീലിന്റെ പണി. ഈ വക്കീൽ നോക്കിയാൽ നിങ്ങൾ, ഈ വക്കീലും വക്കാലത്തൊക്കെ എവിടെ നിന്നാണ്? അറബിയാണ് അല്ലേ? നബിയെ അങ്ങക്ക് വക്കീലാകാൻ സാധ്യമാകുമോ? ആരുടെ വക്കീൽ? സ്വന്തം ഇച്ഛകളുടെ പിന്നാലെ പോയവന്റെ വക്കീൽ. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ അഫഅൻത തകൂനു അലൈഹി വക്കീലാ. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ദേഹേച്ഛകളുടെ ആ ദേഹേച്ഛകളെ പിന്നാലെ കൂടിയവൻ, ദേഹേച്ഛകൾ മുറുകെ പിടിച്ചു പോയവൻ, ഇത്തഖദ അതിനെ കൂട്ടുകാരനാക്കിയവൻ, അവനെക്കുറിച്ച് നബിയെ എന്തേ അങ്ങക്ക് തോന്നുന്നത്? ഒന്ന് പറഞ്ഞതാ. അപ്പൊ അന്ത തക്കൂനു അലൈഹി വക്കീല, അവന്റെ വക്കീലാകാൻ അങ്ങക്ക് സാധിക്കോ? അവന്റെ വക്കീൽ, അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. അത് സ്വന്തം ഇച്ഛകൾ അതാണ് പ്രധാനമെന്ന് പറഞ്ഞവനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അവൻ എന്താ ചെയ്തത്? ഇത്തഖദഹു ഇലാഹൻ, സത്യത്തിൽ നാം ദേഹപൂജകരാണെന്നർത്ഥം അല്ലെ? ഇലാഹൻ, ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആരാധ്യ വസ്തു. നമ്മൾ അള്ളാഹുവിനെയാണോ ആരാധിക്കുന്നത് അതോ ദേഹേച്ഛകളെയാണോ ആരാധിക്കുന്നത്? പടച്ച റബ്ബിന്റെ ഏറ്റവും മനോഹരമായ ചോദ്യം. ഇത്തഖദ ഹവാഹു, സ്വന്തം ആഗ്രഹങ്ങളെ അവൻ ആരാക്കി? ഇലാഹൻ, എന്താക്കി മാറ്റി? ഇലാഹൻ. ദേഹേച്ഛകളെ പൂജിക്കുക. ദേഹേച്ഛകൾ. നമ്മുടെ നിയന്താവ് ആരാകുന്നു? അള്ളാഹു ആകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ശരിക്കിരുന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നിയന്താവ് ആരാണ്? ദേഹേച്ഛകളാണ്. അള്ളാഹു കാക്കട്ടെ അല്ലെ? ദേഹേച്ഛയോട് പടപൊരുതാതിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു എന്ന ഇലാഹിനെ അറിയാൻ ആർക്ക് കഴിയില്ല? മനുഷ്യന് കഴിയില്ല. ദേഹേച്ഛകളോട് പടപൊരുതുമ്പോഴാണ്
ഒരാൾ അള്ളാഹു എന്ന ഇലാഹിനെ തിരിച്ചറിയുന്നിടത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ ചോദിക്കുന്നത്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഇച്ഛയെ അതിനെ ഇലാഹാക്കിയവനെ കുറിച്ച് എന്തു പറയാനുണ്ട് നബിയെ അങ്ങക്ക്? അഫ അൻത തകൂനു അലൈഹി വക്കീല, അവന്റെ വക്കീലാകാനാകുമോ നബിയെ അങ്ങക്ക്? അവന്റെ പ്രത്യേകത എന്താ? അവന്റെ ബോധത്തെ പോലും നാം അങ്ങ് കീഴടക്കി കളയും. അവന് ബോധം തന്നെ ഇല്ല. ഈ ദേഹേച്ഛകളുടെ പിന്നാലെ പോയവന് പിന്നെ ബോധമില്ല. അവൻ അതുമ്മ തന്നെ നശിച്ചു പോകും. അവന്റെ ബുദ്ധിയെ തന്നെ അള്ളാഹു മരയിപ്പിച്ചു കളയും. അപ്പോ അങ്ങനെ ജീർണതകൾ എങ്ങനെ കൂനയാക്കി വച്ചാൽ അത് നരകത്തിലേക്ക് പോകും. സ്വന്തം ഇച്ഛകൾ നരകത്തിലേക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഹുജ്ബത്തുൻ നാറു, നരകത്തെ മറക്കപ്പെട്ടിരിക്കുന്നു, ബിശ്ശഹവാതി, മനുഷ്യന്റെ വികാരങ്ങൾ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു, വഹുജ്ബത്തിൽ ജന്നത്തു, സ്വർഗത്തെ മറക്കപ്പെട്ടിരിക്കുന്നു, ബിൽ മകാരിഹി, മനുഷ്യന്റെ വെറുപ്പുകൾ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വെറുപ്പുകളാണ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്റെ ഇഷ്ടങ്ങളാണ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊരു സാധാരണ മനുഷ്യന്റെ രീതി. ഇനി ഇഷ്ടങ്ങൾ തന്നെ സ്വർഗത്തിലേക്കും വെറുപ്പുകൾ തന്നെ നരകത്തിലേക്കും പോകും. എപ്പോ ആ പടിയങ്ങ് കടക്കണം. ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ സ്പേസ് വിട്ടാ പിന്നെ എന്തായി? അല്ല, ഇത് വിട്ടാ പിന്നെ അയാൾ ഇങ്ങനെ കിടന്ന് പറക്കൂലോ? എന്താ കാര്യം? അയാൾക്ക് ആ പിടുത്തമില്ല എന്ന പോലെയാണ്. ഈ പിടുത്തങ്ങ് വിട്ടാ പിന്നെന്തായി? പിന്നെ അവന്റെ ഇച്ഛ അള്ളാഹുവിന്റെ ഇച്ഛയോട് പൊരുത്തപ്പെടുന്നു. അപ്പോൾ അവനാരായി? അള്ളാഹുവിന്റെ ഇച്ഛകളോട് അടുത്തു നിൽക്കുന്നവനായി മാറി. സ്വന്തം ആഗ്രഹങ്ങളില്ലാത്ത വിധം അള്ളാഹുവിന്റെ ആഗ്രഹം, സ്വന്തം ചിന്തയില്ലാത്ത വിധം അള്ളാഹുവിന്റെ ചിന്ത, സ്വന്തം തീരുമാനമില്ലാത്ത വിധം അള്ളാഹുവിന്റെ തീരുമാനം. അങ്ങനെ ഹത്താ അകൂന സംഅഹു വബസറഹു വയദഹു വരിജ്ലഹു. സുബ്ഹാനല്ലാഹ്. കയ്യും കാലും കണ്ണും കാതും ഒക്കെ അല്ലാഹ്, എല്ലാം അല്ലാഹ്. അപ്പൊ അവിടെ എത്താൻ വലിയ ഈ സ്പേസിലേക്ക് കടക്കാൻ ഭയങ്കര സമ്മർദ്ദമല്ലേ? അതുപോലെയാണ് ഈ ദേഹേച്ഛകളെ വിടാൻ എന്ത് വേണം? വല്ലാത്ത സമ്മർദ്ദം ജയിക്കണം. അവിടെയാണ് നമ്മളിപ്പോഴുള്ളത്. അള്ളാഹു ജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ, ജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ, ജയിച്ചവരുടെ വിട്ടുപോയവരുടെ കൂട്ടത്തിൽ പെടുത്തണമെന്ന് ദ്വാരക്കാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം അത്രയും വലിയ പോസ്റ്റാണിത്, ഭയങ്കര സ്റ്റാറ്റസ് ആണത്. ഏത് ദേഹേച്ഛ എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാത്തവരുടെ സ്റ്റാറ്റസ് അപാരമായ സ്റ്റാറ്റസ് ആണ്. ഞാൻ പണ്ട് പറഞ്ഞെന്നൊരു കഥയല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടത്? ഏത് ഈ പുതിയ ആൾക്കാരൊന്നും കേട്ടോട്ടല്ലേ? എന്താണ് ആ കഥ? ലുക്മാൻ ഹക്കീമിന്റെ കാലാണ്. ലുക്മാൻ വലിയ മഹാപണ്ഡിതനും ജ്ഞാനിയും സൂഫിയുമായ ലുക്മാൻ. ഖുർആൻ ഒരു സൂറത്ത് തന്നെ ലുക്മാൻ എന്ന അധ്യായമാണ് അല്ലെ. ലുക്മാൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, അപ്പുറം പുഴക്കക്കരെ ഒരു സൂഫിയായ മനുഷ്യനിക്കുണ്ട്, അയാൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഭക്ഷണമായിട്ട് ഭാര്യ പോയി. ചോദിക്കരുതേ. അപ്പൊ ഭാര്യനെ വിടാൻ മതി. ഹിജാബിന്റെ ആയത്തൊന്നും ഇറങ്ങിയിട്ടില്ലേ? ഇത് റസൂലുള്ളാഹിയുടെ ഒക്കെ മുമ്പുള്ള കഥയാണ്. പക്ഷെ തസൗഫും നന്മയും ആധ്യാത്മികതയും എല്ലാം എല്ലാ പ്രവാചകന്മാരും കൊണ്ടു നടന്നതാണ്. അദ്ദേഹം പോയി അവിടെ ചെന്നു, ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നന്നായി ഏമ്പക്കൊക്കെ വിട്ടിട്ട് മൂപ്പര് പറയണേ, ജീവിതത്തിൽ ഇന്നേ വരെ ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത ഒരു മനുഷ്യൻ ഈ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. അപ്പോ പോകുന്ന സമയത്ത് ഭാര്യയോട് ലുക്മാൻ പറഞ്ഞിരുന്നു റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു, ജീവിതത്തിൽ ഇന്നുവരെ ഭാര്യാസുഖം അനുഭവിക്കാത്ത ഒരാളാണ് ഈ ഭക്ഷണം തന്നുവിട്ടേന്ന് കൂടി പറഞ്ഞേക്കണമെന്ന്. ആരാ കൊണ്ടുപോണത്? ഭാര്യ. അതായത് ഇന്നേ വരെ ദാമ്പത്യ സുഖം അനുഭവിക്കാത്ത ഒരാൾ തന്നുവിട്ടു എന്നാണ് ആര് പറയുന്നത്? ലുക്മാൻ പറയുന്നത്. കൊണ്ടുപോയി കൊടുത്തിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറയുന്നത് ഭാര്യ, ദാമ്പത്യ സുഖം അനുഭവിക്കാത്ത ഒരാൾ തന്നുവിട്ടു എന്നാണ് പറഞ്ഞിട്ടത്. അപ്പൊ തിരിച്ചു പറയാണ്, ഭക്ഷണത്തിന്റെ രുചിയും ആസ്വാദ്യതയും അറിയാത്ത ഒരാൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞേക്കാൻ അൽഹംദുലില്ലാഹ്. ഇവരാകെ ഇവരിന്നല്ലല്ലോ ആരും ആവൂലോ, എന്തായാലും പറയാം അല്ലേ? ഇവരാകെ എന്തായി? കാരണം ഇത് രണ്ടും എങ്ങനെ വിശ്വസിക്കാനാവും? രണ്ടുപേരും സത്യം പറയാത്തവരല്ല, രണ്ടുപേരും മഹാരഥന്മാരാണ്. എന്നിട്ടെങ്ങനെ? അപ്പോഴാണ് ഭാര്യ വന്ന് ഈ കൺഫ്യൂഷൻ തീർത്തത് ഭർത്താവിനോട്. എന്താ ഇതിന്
പറയാ, ഇത് ഇങ്ങനെ നിങ്ങൾ രണ്ടാളും ഈ കോലത്തിന് വർത്താനം പറഞ്ഞ ഭാര്യാസുഖം അനുഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ അതുമില്ല. പിന്നെ ഈ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മുപ്പത് നന്നായി ഏമ്പൊക്കെ വിട്ടിട്ടാണ് എന്നോട് എന്ത് ചെയ്തത്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഈ കാര്യം പറഞ്ഞത്. പിന്നെ എങ്ങനെയത്? അപ്പോഴാണ് ഭാര്യയോട് പറഞ്ഞത്, നീ കല്യാണത്തിന് വിളിക്കപ്പെട്ട കല്യാണത്തിന് പോകാൻ നിൽക്കണം, കല്യാണത്തിന് പൊക്കോ, പക്ഷെ ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മെഴുകുതിരി കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും നിന്റെ കയ്യിൽ കത്തി തന്നെ നിൽക്കണം, ഇതെങ്ങാനും കെട്ടാൽ ഞാനും നീയും തമ്മിൽ ബന്ധമില്ലാന്നായി. അങ്ങനെ ഉണ്ടാവും ഭാര്യ കല്യാണത്തിന് പോയാല്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഭർത്താവ് ചോദിക്കാണ്, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? ആ. എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? ആ. എന്താ അവസ്ഥ? എന്തിലേക്ക് മാത്രം നോക്കി? മെഴുകുതിരി എങ്ങാനും കെട്ടുപോകുമോ എന്നുള്ളതാണ് ഭാര്യയുടെ ചിന്ത. അതാണ് അള്ളാഹു എങ്ങാനും എന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ളതാണ് ആളുടെ ചിന്ത. മുഹിബ് മഅ്ശൂഖിന്റെ കടലിലെങ്ങാന് അങ്ങ് മുങ്ങിക്കുളിച്ചാൽ, ഇഷ്കിന്റെ കടലിൽ മുങ്ങിക്കുളിച്ചാൽ പിന്നെ ആ ഇഷ്കിന്റെ സാഗരത്തിൽ നിന്ന് കയറാൻ ആർക്ക് സാധിക്കൂല? ആഷിഖിന് കഴിയാതെ പോകും. ആ ആഷിഖിന് അള്ളാഹു അല്ലാത്ത മറ്റൊരു ചിന്തയില്ല. അപ്പൊ അവൻ ആസ്വദിക്കുന്നതൊന്നും ആസ്വദിച്ചതല്ല, അവൻ ചെയ്തതൊന്നും ചെയ്തതല്ല, അവൻ കഴിച്ചതൊന്നും കഴിച്ചതല്ല. അവൻ ആഷിഖാണ്, മഅ്ശൂഖിന്റെ ആഷിഖാണ്. വല്ലാത്തൊരു സ്നേഹത്തിന്റെ അപാരമായ ഒരു കടലാണത്. ആ കടലിൽ മുങ്ങിക്കുളിക്കാൻ, ആ കടലിന്റെ ചെരിയിൽ അരികിൽ പോയി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ കടൽ സ്നേഹത്തിന്റെ കടലാണ്. അള്ളാഹു എന്ന അപാരമായ സ്നേഹത്തിന്റെ കടൽ. അവിടെ ആഷിഖ് ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നില്ല. പക്ഷേ ആഷിഖ് അള്ളാഹുവിന്റെ സ്നേഹത്തെ എങ്ങാനും തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നു. പ്രേമാതുരമാണ് ആ ഹൃദയം, അനുരാഗ ആർദ്രമാണ് ആ ഹൃദയം. ആ ഹൃദയത്തിൽ അള്ളാഹു തന്നെയുള്ളൂ. അപ്പോ സ്വന്തം ഇച്ഛകൾ മുഴുവനും ആരുടെ ഇച്ഛയായി മാറും? അല്ലാഹ്. അതാണ് തസൗഫിന്റെ മേഖല പോലും. അതാണ് ശുദ്ധീകരിച്ച് എന്താകണം? ഒടുക്കം ആ നിർമ്മലമായ ഹൃദയത്തിന്റെ ഓളം മുഴുവനും അല്ലാഹ് അതാവും. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടാതെ പോകുമ്പോ അവിടെ തെളിയില്ല ഏത്? അല്ലാഹ്. ഒരു നന്നായി ശുദ്ധീകരിച്ചു വരുമ്പോഴേക്കും ഒരല്പം ചീന വെള്ളം എന്ത് ചെയ്യും? അറിയാതെ കയറും. ഒന്ന് അല്ലേ, ഒരു ചീന വെള്ളം കയറും. ചീന വെള്ളം കയറിയ ഈ വെള്ളമൊക്കെ കൂടി എന്തായി? ഒരു വലിയ ഒരു ഹൗലില് അല്പം ചാണകം വെള്ളം കൊണ്ട് ഇട്ടാൽ പിന്നെ തീർന്നില്ലേ? ഇമാം ഗസാലി തങ്ങൾ പറയുന്നതാണ്, മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹൗലാണ്. ആ ഹൗല് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നല്ല വെള്ളം ഇരിക്കുന്ന സമയത്ത് കുറച്ച് ചാണക വെള്ളം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അഴുക്കായി. എന്ന പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും എന്ത് വേണം? അള്ളാഹു എന്ന ശുദ്ധജലം എപ്പോഴും ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ദിക്റുല്ലാഹി എപ്പോഴും നിലനിൽക്കണം. ഇല്ലെങ്കിൽ അശുദ്ധജലങ്ങൾ കടന്നു വന്ന് എപ്പോഴും അത് മലിനാവും. മലിനായാൽ ആ വെള്ളം മനുഷ്യനെ മുഴുവനും ബാധിക്കും. അതുണ്ടാകാതിരിക്കാൻ എന്തു വേണം? നിരന്തരമായി അള്ളാഹ് എന്ന ശുദ്ധജലം ഒഴുക്കണം. ആ ശുദ്ധജലം ഒഴുക്കി അശുദ്ധജലങ്ങൾ മുഴുവനും മാറിപ്പോകണം. നമ്മുടെ ശ്വാസവും നമ്മുടെ നിശ്വാസവും അള്ളാഹു ആകുന്നൊരവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ ജീവിച്ചവനാണ് ഒടുക്കം അല്ലാഹ് എന്ന് തന്നെ പറഞ്ഞു മരിക്കാൻ സൗഭാഗ്യം കിട്ടണം. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹ് എന്ന് തന്നെ പറഞ്ഞു മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അവസാനത്തെ ശ്വാസത്തിൽ അല്ലാഹ്, നിരന്തരമായി അല്ലാഹ്. അതിനെന്ത് വേണം? അതൊരു സ്നേഹമാകണം. അപ്പോഴേ ഉണ്ടാവും. നമ്മൾ കൽപ്പിതമായ ഇസ്ലാമിലേക്ക് പോകുന്നു. അതായത് പാടില്ല, ചെയ്യരുത്, ഇതൊരു ഭാഗത്തുണ്ടെങ്കിൽ പോലും അതിനെ ജയിച്ചു നിൽക്കുന്ന ഒരു ഇസ്ലാമുണ്ട്. അത് ആഷിഖിന്റെ ഇസ്ലാമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അത് ആഷിഖിന്റെ ഇസ്ലാമാണ്. മറ്റേതെന്താ? പ്രോഹിബിറ്റഡ് ഏരിയാസ്. ഇങ്ങനെ കാണിച്ചരാൻ, കള്ളു കുടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഒന്നും ചെയ്യൂല. ആര്? നല്ല ആഷിഖ്. കാരണം അവന്റെ മഅ്ശൂഖ്, അവന്റെ പ്രേമഭാജനം തന്നെ വിട്ടു പോകുമോ എന്നുള്ളിടത്ത് അവനിതൊന്നും ചെയ്യില്ല. ലൗകികമായ പ്രേമത്തിന് പോലും അതുണ്ട്. എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമാണ്. അവസാനം ഒറ്റ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം. ആ ഇഷ്ടമാണ്
അടിമയും ഉടമയും തമ്മിലുള്ള ഇഷ്ടം, അള്ളാഹുവിന്റെ ഇഷ്ടം. അതിനപ്പുറം മറ്റൊരു ഇഷ്ടം ഇല്ല. അപ്പോൾ അനിഷ്ടങ്ങളൊന്നും പിന്നെ പ്രോഹിബിറ്റഡ് ഏരിയ അല്ല. അതെന്താണ്? അത് താനെ ഒഴിഞ്ഞുപോയതാണ്. അതൊരിക്കലും തന്നെ ബാധിക്കുന്നു പോലില്ല. എന്തുകൊണ്ട്? മറ്റേത് പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക വെച്ചാൽ അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകണമെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു സ്ഥലത്ത് പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചാലാണ് നമുക്കൊരു ഇടങ്ങേറ്. എന്തായിരിക്കും അത്? ഇങ്ങനെ പതുക്കെ പൊങ്ങി നോക്കും അല്ലെ? അങ്ങനെ ഉണ്ടോ? ആ സമയം പ്രോഹിബിറ്റഡ് ഏരിയ പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് പോയാലോ ഒരു കുഴപ്പമില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിലെ മുസ്ലിം. പക്ഷെ അങ്ങോട്ട് എത്താൻ പ്രോഹിബിറ്റഡ് ഏരിയ കൊടുക്കണം. പ്രോഹിബിറ്റഡ് ഏരിയയും പ്രോഹിബിറ്റഡ് ഏരിയ അല്ലാത്ത സ്ഥലം അറിയാതെ പോയാൽ പറ്റുമോ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ ഹറാമുകളുടെ തൊട്ടടുത്തൊരു ഹിമ ഉണ്ട്. അള്ളാഹുവിന്റെ ഹിമ, പ്രോഹിബിറ്റഡ് ഏരിയ, സുരക്ഷിത സ്ഥലം. ആ സ്ഥലം വിട്ട് കടന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ ഹറാമിലേക്ക് എത്തി. അപ്പോ ഏതിനുണ്ട്? ഒരു സാധനം ഹറാമാകും എന്ന് പറയുന്ന ഒരു സ്ഥലവും ഹറാമാണ്. അങ്ങനല്ലേ? ഒരു കാര്യം ഹറാമാകുന്നു തുടങ്ങുന്നതിന് മുമ്പും ഹറാമ് തുടങ്ങും. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ ഹറാമിലേക്ക് പതിക്കും നമ്മൾ. അതുകൊണ്ട് അതിന്റെ അയലത്തൂടെയും പോകാതിരിക്കാനുള്ള ശ്രദ്ധയും വേണം മുസ്ലിമിന്. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊക്കെ വിട്ടുപോകും ഒരു വലിയ മനസ്സ്. എവിടെത്തുമ്പോ അവന് പിന്നെ ഈ പ്രോഹിബിറ്റഡ് ഏരിയയെ കുറിച്ച് ചിന്തയില്ല, ആ വഴിക്കന്നാവും പോവില്ല. അതാണ്. പക്ഷെ ആദ്യം ഒരു മുസ്ലിം പരിചയിക്കേണ്ടത് എന്താണ്? ഹറാമും ഹലാലും. പിന്നെ അവൻ അറിയാതെ ഈ ഹറാമിൽ നിന്ന് ഇങ്ങനെ മാറി മാറി ശക്തമായ ഇഷ്കിലേക്ക് പോയാൽ അവൻ എങ്ങോട്ട് പോകും? അതിനാണ് നമുക്കൊക്കെ അള്ളാഹു എന്ന വചനത്തെ നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പരിശീലിപ്പിച്ചാൽ, സ്വലാത്തിലൂടെയും അള്ളാഹ് എന്ന ദിക്റിലൂടെയും നമുക്ക് മാറ്റാൻ കഴിയുന്നത് അത്തരം നല്ല മനസ്സുകളാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂന കൂടെ കൂട്ടിവെച്ച് നരകത്തിലേക്കുള്ള പാസ് എടുക്കാം. അതാണ് ഫയജ്അലഹു ഫീ ജഹന്നം, നരകത്തിലേക്ക് നാം അതിനെ കൊണ്ടുപോകും. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജിതർ. ഉലൈക്, ആ വിഭാഗം ആളുകൾ, ഹും, അവർ തന്നെ, അൽ ഖാസിറൂൻ, അവർ തന്നെയാണ് പരാജയപ്പെട്ടവർ. തിന്മകൾ കൂട്ടിവെച്ച് വലിയൊരു കുമ്പാരം പോലെ തിന്മ വന്ന് ഒടുക്കം അതുവഴി നരകത്തിലേക്ക് പോകുന്നവൻ. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ റഹ്മത്തുകളെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുക, അതുവഴി നമുക്ക് ഇഷ്ക് കൂടും. എന്താ റഹ്മത്തിൽ ഏറ്റവും നല്ലത്? അതാ റഹ്മത്ത്. മനുഷ്യന് സഹായം ചെയ്യല്, കരുണ ചെയ്യല്, സ്നേഹം കൊടുക്കല്, ഇതൊക്കെ അള്ളാഹുവിന്റെ പിന്നെ റഹ്മാന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. കാരണം നോക്കൂ നിങ്ങൾ, ഈ റഹ്മ് എന്ന പദം ഏറ്റവും മനോഹരമായി എവിടെ നിൽക്കുന്നുണ്ട്? റഹ്മ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മാതൃഗർഭാശയാണ്. മനസ്സിലായോ? മാതൃഗർഭാശയത്തിന്റെ പ്രത്യേകത എന്താ? അതിനേക്കാൾ കരുണയുള്ള വസ്തു വേറെ ഉണ്ടോ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ? അതിങ്ങനെ തന്റെ കുഞ്ഞിനെ പോഷകാഹാരങ്ങൾ കൊടുത്ത് തന്റെ ജീവന്റെ മുഴുവനും സാധ്യതകളെയും വലിച്ചെടുപ്പിച്ച് അങ്ങനെ കുഞ്ഞ് ആ ഉദരത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന ഓരോ സമയത്തിന്റെയും ശ്വാസനിശ്വാസങ്ങളെ മുഴുവനും അറിഞ്ഞ് ആ ഉദരം താങ്ങിപ്പിടിച്ചാണ് 10 മാസം തീർക്കുന്നത്. അതിനാണ് റഹ്മാൻ, അതിനാണ് റഹ്മത്ത്, അതിനാണ് റഹ്ം. കുടുംബ ബന്ധങ്ങളും അതാണ്. അപ്പോ ആ കരുണ നിരന്തരം ചെയ്താൽ കരുണയുടെ കാരുണ്യവാൻ നമ്മോട് അടുത്തു വരും. അള്ളാഹു ആ നിലക്ക് നമ്മളെ ആക്കി തരുമാറാകട്ടെ. അപ്പോ ഈ ഞാൻ പറയുന്നത് ഈ പേടിച്ച പടച്ചവനെയല്ല, സ്നേഹിച്ച പടച്ചവനെയാകണം കൂടുതൽ അറിയേണ്ടത്. പേടിപ്പിച്ച പടച്ചവൻ, പേടിപ്പിച്ചു പടച്ചവൻ ശരിയാണ്. അള്ളാഹു ജബ്ബാറാണ്, അള്ളാഹു ഖഹാറാണ്. പക്ഷെ അള്ളാഹു ആരാണ്? റഹ്മാനാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു തവ്വാബാണ്. അല്ലെ? അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫൂറാണ്, ഗാഫിറുദ്ദംബാണ്. നിരന്തരം പടച്ചവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അള്ളാഹു ആരാണ്? തൗബ സ്വീകരിച്ചവനും കാരുണ്യവാനും പുറത്തു കൊടുക്കുന്നവനും റഫീഖും കൂട്ടുകാരനും ഒക്കെയാണ് അള്ളാഹു. കൂട്ടുകാരനാണ് അള്ളാഹു, അടിമയുടെ കൂട്ടുകാരനാണ്, അങ്ങനെ അടുത്തു നിൽക്കുന്നവനാണ്. അതല്ലാത്തത് അള്ളാഹുവിനെ പേടിക്കാത്തവനുള്ളതാണ്. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ പരാജയപ്പെട്ടവരാണ്. ഖുൽ ലില്ലദീന കഫറൂ ഇൻ യൻതഹൂ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്
വയഊദു ഫഖദ് മലത് സുന്നത്തുൽ അവ്വലീൻ. ഖുൽ നബിയെ പറയണം, ലില്ലദീന കഫറു സത്യനിഷേധികളായ ആളുകളോട് പറയണം, യന്തഹു അവരിതെല്ലാം അവസാനിപ്പിച്ചു വന്നാൽ യുഗ്ഫർ ലഹും അവർക്ക് മാപ്പ് കൊടുക്കപ്പെടും, മാ ഖദ് സലഫ് നേരത്തെ അവർ ചെയ്തു പോയ തിന്മകൾക്ക് മുഴുവനും മാപ്പുണ്ടാകും. വഇയഊദു അതല്ല അവർ മടങ്ങുകയാണെങ്കിൽ ഫഖദ് മലത് സുന്നത്തുൽ അവ്വലീൻ അവരുടെ മുമ്പേ പോയ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള ശിക്ഷകൾ മുഴുവനും ഇവർക്കും വരാം. അതേസമയം അവർ തെറ്റിൽ നിന്ന് മടങ്ങിയാൽ എത്ര ഭീകരമായ തെറ്റാണെങ്കിലും അള്ളാഹു പൊറുക്കും. ഭീകരമായ തെറ്റ് ചെയ്തു നിൽക്കുന്നുണ്ടല്ലോ മഹാനായ വഹ്ശി, അല്ലെ? വഹ്ശി ക്രൂരനായ ഒരു കൊലയാളിയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകിയാണ്. ആ മനുഷ്യൻ വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതും ഇതാണ്, ഈ യന്തഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ് എല്ലാ പാപവും പൊറുക്കും. പക്ഷെ വഹ്ശിക്ക് സമാധാനായില്ല. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം സ്വന്തം ആത്മാക്കളോട് അമിതമാംവിധം തെറ്റു ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഈ ആയത്ത് വന്നപ്പോ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഇത് വഹ്ശിയുടെ കാര്യത്തിൽ മാത്രം പ്രത്യേകമാണോ? ഇത് വഹ്ശിക്ക് മാത്രം കിട്ടിയതാണോ? റസൂലുള്ളാഹി പറയുന്നുണ്ട്, അല്ല, ഇത് വഹ്ശിക്ക് മാത്രമുള്ളതല്ല, ഇത് ഉമ്മത്തിന് മുഴുവനുള്ള സമ്മാനമാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് എന്തു തെറ്റു ചെയ്തിട്ടും കൈ ഉയർത്തിയാൽ അള്ളാഹു കൊടുക്കും. എന്നുവെച്ചാൽ തെറ്റു ചെയ്യാനുള്ള ന്യായീകരണമല്ല കേട്ടോ, തെറ്റു ചെയ്തവന്റെ ഉരുകുന്ന മനസ്സിനുള്ള സമാധാനമാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? വലിയ ആ തെറ്റിനെ നബി പിന്നെയും അതായത് റസൂൽ ജീവിക്കുന്ന കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ മുമ്പിലേക്ക് വഹ്ശി പലപ്പോഴും വന്നപ്പോഴൊക്കെ നബി തിരുമേനി വഹ്ശിയോട് തന്നെ പറഞ്ഞു, വഹ്ശി എന്റെ അടുത്തേക്ക് വല്ലാതെ വരണ്ട. എന്റെ കാരണം എന്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ എന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി ഏതാണ്ട് കളിക്കൂട്ടുകാരനാണ്. അലി ഇബ്നു അബി താലിബ് കൊച്ചുകുട്ടിയാണ്. ഹംസ അതേസമയം ഏതാണ്ട് നബിയുടെ പരുവത്തിലുള്ള ആളാണ്. നബിയും ഹംസയും തമ്മിൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലും കൊച്ചുമക്കളായി ജീവിച്ച ഘട്ടങ്ങളിലൊക്കെ കളിച്ചു അങ്ങനെ ജീവിച്ച ആളുകളാണ്. മൽപിടുത്തം നടത്തിയുമൊക്കെ അങ്ങനെ ജീവിച്ച കുട്ടികളാണ്. പിതൃവ്യനുമാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിനെ ഇങ്ങനെ വല്ലാതെ മർദ്ദിക്കുന്ന സമയത്താണ് ഹംസക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് മുസ്ലിമായത്. എന്നിട്ടാ പറഞ്ഞത്, ഇനി തൊടടാ ഞാൻ കാണിച്ചു തരാം. അപ്പോഴാ അബൂജഹൽ പറഞ്ഞത്, ഇനി സൂക്ഷിക്കണം, സംഗതി ബേജാറാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവനെ കൊന്ന ആളാരാണ്? വഹ്ശി. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് പറയായിരുന്നു, സങ്കടം സഹിക്കാൻ പറ്റില്ല കേട്ടോ, ഇടക്ക് വരുമ്പോഴൊക്കെ ആ കൊലപാതകന്റെ ഓർമ്മയിൽ വരും. എന്റെ മനസ്സെങ്ങാനും വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ചിന്തിച്ചു പോകണ്ട, അതുകൊണ്ട് വഹ്ശി എന്റെ അടുത്ത് വല്ലാതെ വരരുത് എന്ന് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസിയായതിനു ശേഷം അതാ ഞാൻ പറഞ്ഞേ, എത്രയോ വലിയ തെറ്റ് എന്ന് നിനക്ക് തന്നെ അതിനെ കാണുമ്പോൾ, അതായത് അതൊരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊരു വ്യക്തിയുടെ, തന്റെ പ്രിയപ്പെട്ട ഒരാൾ കൊല ചെയ്യപ്പെട്ടതിന്റെ കാരണക്കാരൻ ഇയാളാണെന്ന് പറയുമ്പോൾ എത്ര വലിയ നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു വേദനയാണിത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ പറയുന്നത്, വരരുത് എന്റെ അടുത്തേക്ക്, കാരണം എന്റെ മനസ്സർക്ക് അറിയാതെ എങ്ങാനും നിനക്കു നേരെ എങ്ങാനും ഒരു ശാപവാക്ക് മനസ്സിൽ നിന്ന് ഉരുന്നു പോന്നാൽ അത് അപകടം ചെയ്യും. അതുകൊണ്ട് വഹ്ശി അടുത്തു വരണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് വഹ്ശി ഇടക്കിടക്ക് ഇങ്ങനെ നൊമ്പരപ്പെടുമായിരുന്നു, ഖതൽതു ഖൈറന്നാസ്, ജനങ്ങളിൽ ഒരു വലിയ മനുഷ്യനെ ഞാൻ കൊന്നുകളഞ്ഞു. അവസാനം യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ അതേ ചാക്കിളി ഉപയോഗിച്ച് കൊന്നിട്ടാണ് വഹ്ശി പറഞ്ഞത്, ഖതൽതു ശർറന്നാസ്, ഞാനൊരു വലിയ മനുഷ്യനെ കൊന്നു, അതിന്റെ പകരം മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് മുഹമ്മദ് നബി തന്നെ കദ്ദാബ് എന്ന് വിളിച്ച റസൂലുള്ളാഹിനോടാണ് മുസൈലിമ കത്തെഴുതിയത്.
നമുക്ക് രണ്ട് സ്ഥലത്ത് 50-50 ആവാം. നിങ്ങൾ അള്ളാന്റെ റസൂല്, ഞാനും അള്ളാന്റെ റസൂല്. നമുക്ക് അങ്ങനെ ഒരു ഷെയർ ചെയ്ത് പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകാലോ എന്നാണ് കത്ത്. റസൂലുള്ള അതിങ്ങനെ എഴുതിയത് ഇലാ മുഹമ്മദ് റസൂലില്ലാഹി മിൻ മുസൈലിമത്ത് റസൂലില്ലാഹി എന്ന് പറഞ്ഞാണ്. മിൻ മുസൈലിമത്ത. അപ്പൊ റസൂലുള്ള എഴുതി മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ മുസൈലിമത്തൽ കദ്ദാബ്, പെരുങ്കള്ളനായ മുസൈലിമക്ക്. അങ്ങനെ ഒരു 50-50 ഏർപ്പാട് വേണ്ട. ഞാൻ അള്ളാന്റെ റസൂലാണ്, നീ അള്ളാഹുവിനെ നിഷേധിച്ച കള്ളനാണ്. കള്ളനാണ്, പെരുങ്കള്ളനാണെന്ന് അവർക്കൊക്കെ അറിയായിരുന്നു. പക്ഷെ അതാണ് മുസൈലിമയുടെ മുമ്പിൽ പോയി നബി തിരുമേനിയുടെ അടുക്കൽ ചെന്നപ്പോ ഒരു കണ്ണിങ്ങനെ എടുത്തു വച്ചിട്ട് കണ്ണിന് കാഴ്ച കൊടുത്തു റസൂലുള്ള, അല്ലെ? ആ സ്വഹാബിക്ക് പിന്നെ ഒരിക്കലും ആ കണ്ണിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നാണ്. ഏത് കണ്ണിന്? കണ്ണ് താഴോട്ട് ചാടിയിട്ട് ആ കണ്ണ് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ വച്ചിട്ട് അതിൽ കുറച്ച് ഉമിനീര് പറ്റി കൊടുത്തപ്പോ ആ കണ്ണ് നല്ല ശുദ്ധമായ കാഴ്ചയുടെ കണ്ണായി. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്ക് ഒരാൾ പോയി, വലത് കണ്ണിനാ കുഴപ്പം. ആ കണ്ണൊന്ന് തടവാൻ പറഞ്ഞു. തടവിട്ട് തിരിച്ചു വന്നപ്പോ രണ്ട് കണ്ണൊന്ന് പോയി. രണ്ട് കണ്ണും പോയപ്പോ സാമാന്യം നമ്മളെന്താ വിചാരിക്ക, രണ്ട് കണ്ണും പോയാ എന്നാ ഇനി അയാളെ തല്ലിക്കൊല്ലൂലേ? എന്റെ ഒരു കണ്ണും ഏതായാലും ഉണ്ടായില്ല, അപ്പൊ രണ്ട് കണ്ണും പോയി, തല്ലിക്കൊല്ലൂലേ നമ്മള്? പക്ഷെ ഇയാൾ പറഞ്ഞെന്തറിയോ, ഇപ്പൊ എനിക്ക് കൂടുതൽ വിശ്വാസമായി. കാരണം എന്തെങ്കിലും ഇല്ലെങ്കിൽ ഈ കണ്ണ് പോവില്ലല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കണ്ണും പോവില്ലല്ലോ. പക്ഷെ അടുത്തുനിന്ന് മറ്റൊരാൾക്ക് തോന്നി ഇത് സംഗതി എന്തോ മോശമാണ്. അപ്പൊ ഒരു കാരണവരോട് ചോദിച്ചു അത്രേ, എന്താ നമ്മൾ ഈ മുസൈലിമയുടെ പിന്നാലെ നടക്കണം, എന്താ കാര്യം? അപ്പൊ അയാൾ പറഞ്ഞത്രേ, അതെ, ഖുറൈശി ഗോത്രക്കാരനായ മുഹമ്മദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ ഖുറൈശി അല്ലേ, ഹാഷിമി അല്ലേ, ഒരു മുളറുകാർ, പിന്നെ ഈ ഗോത്രക്കാരനും ഒരാൾ അങ്ങനെ ആയിക്കോട്ടെ, അതാണ്. അല്ലാണ്ട് ഇവൻ കള്ളനാണെന്ന് നമുക്കറിയാന്ന്. അങ്ങനെയാണ് എല്ലാ കാലത്തെയും സത്യവും നന്മയും തിന്മയും തമ്മിലുള്ള എല്ലാ പോരാട്ടങ്ങളും നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചൂലേ, പഠിച്ചത് ഇവർക്ക് മനസ്സിലാവണില്ലാവോ എന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഇവർക്കെന്താ ഇത് മനസ്സിലാവണില്ലേ, സാമാന്യ ബുദ്ധി മതിയല്ലോ ഇത് മനസ്സിലാവാൻ. പക്ഷെ എന്താണത്? അതും ഒരു കുശുമ്പാണ്. അവിടെ കിട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവ് ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് വലിയ വലിയ നേതാക്കന്മാരില്ലേ, അങ്ങനെ ഇരിക്കട്ടെ. അതുപോലെയാണ് മുഹമ്മദ് നബി ഒരു നേതാവല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഒരു പ്രത്യേക ഗോത്രത്തിൽ വന്നതല്ലേ. എന്നാൽ ഞങ്ങളുടെ ഗോത്രത്തിൽ വേണ്ട ഒരാള് കള്ളനായാലും വേണ്ടില്ല അവനെ പിടിച്ച് നേതാവാക്കുന്നത്. അതന്നെ, കള്ളനായാലും വേണ്ടില്ല, നുണ പറയണവനാണ് വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല അവനെ നേതാവാക്കിക്കോളൂ. അതാണ് കഥ. അപ്പൊ അതുപോലെ ഈ മുസൈലിമയുടെ കൊലപാതകത്തിന് ശേഷം സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖതൽതു ഖൈറന്നാസ് ഖതൽതു ശർറന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശമായ ഒരു മനുഷ്യനെയും ഞാൻ കൊന്നു. പക്ഷെ ആ കൊലപാതകത്തിൽ, അതായത് മഹാനായ ഹംസയുടെ കൊലപാതകത്തെ അള്ളാഹുവിന്റെ റസൂലിനെ സഹിക്കാനാവാത്തത് കൊണ്ടാണ് നബി വഹ്ശിയോട് പറയുമായിരുന്നു, എന്ത്? അടുത്തു വരണ്ട, പക്ഷേ മുസ്ലിമായാൽ സകല പാപങ്ങളും അള്ളാഹു കൊടുക്കും. അവരവസാനിപ്പിച്ചാൽ അവർക്ക് മുമ്പ് അവർ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും അള്ളാഹു കൊടുക്കാം. അതല്ലെങ്കിൽ അവരിത് അവസാനിപ്പിക്കുന്നില്ല എന്ന് വന്നാൽ അവർക്ക് മുമ്പേ പോയവർക്ക് സംഭവിച്ചു പോയതെല്ലാം അവർക്കും സംഭവിക്കും. അതാണ് അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അമാ അലിംത, നിനക്കറിയോ, അന്നൽ ഇസ്ലാമ, മുസ്ലിമാകൽ, യഹ്ദിമു മാ ഖബ്ലഹു, നേരത്തെ ഉണ്ടായിരുന്ന പാപങ്ങൾ പൊറുത്ത് അതിനെ തകർത്തു കളയും. ഹദ്മു ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഇടിച്ചു പൊളിച്ച് താഴമേനാണ് ഹദ്മു എന്ന് പറയാം. യഹ്ദിമു മാ കാന ഖബ്ലഹു, മുമ്പുള്ളത് മുഴുവനും തകർത്തു കളയും. വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ, ഹിജ്റ അതിനു മുമ്പുള്ള സകലമാന തിന്മകളെയും തകർത്തു തരിപ്പണാക്കും. വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് അതിനു മുമ്പുള്ളതിനെ മുഴുവനും തകർക്കും. ആരുടെ ഹജ്ജ്? ഏത് ഹജ്ജ്? ആരുടെ ഹജ്ജ്? ലിവജ്ഹില്ലാഹിക്ക് വേണ്ടി പോയ ഹജ്ജ്. എങ്ങനെ ചെയ്ത ഹജ്ജ്? അള്ളാഹുവിനെ പേടിച്ച് മാത്രം ചെയ്ത ഹജ്ജ്, സമ്പൂർണമായി അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിച്ച് തിരിച്ചു വന്ന ഹജ്ജ്. യഹ്ദിമു മാ കാന ഖബ്ലഹു, മുമ്പുള്ള സകലതിനെയും ഒരു പുതിയ മനുഷ്യൻ. ആരാണവൻ? ഒരു പുതിയ മനുഷ്യൻ. റജഅ കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച അന്നത്തെ ദിവസം പോലെ. അതിനേക്കാൾ ശുദ്ധമായ മറ്റൊരു ദിവസമല്ലല്ലോ. ഉമ്മ പ്രസവിച്ച അന്ന് ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടി,
നിഷ്കളങ്കനും നിർപ്പാപിയും നിഷ്കപടനും ശുദ്ധനുമായ ഒരു കുഞ്ഞ്, ആ പൈതലിനെ പോലെ തിരിച്ചു വരാനാകും. റജഅ കയൗമ വലദതുഹു ഉമ്മുഹു. അള്ളാഹു നമ്മുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ. ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹജ്ജിനുള്ള സൗഭാഗ്യവും അത് മബ്റൂറും മഖ്ബൂലുമാക്കുന്ന വിധവും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നിയ്യത്തും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതുകൊണ്ടുണ്ടാവേണ്ട എല്ലാ നന്മകളും അള്ളാഹു നമുക്കും അവർക്കൊക്കെയും പെരുമാറാകട്ടെ. അവരങ്ങോട്ട് തിരിച്ചു പോകുമെങ്കിൽ സുന്നത്തുൽ അവ്വലീൻ, മുന്നേ നടന്നുപോയ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളതെല്ലാം അവർക്കും സംഭവിക്കും. ചിലർ യുദ്ധങ്ങളിൽ കൊല ചെയ്യപ്പെടും, ചിലർക്ക് വലിയ അർത്ഥത്തിലുള്ള ഭീകരമായ ശിക്ഷകൾ സംഭവിക്കും, ചിലർക്ക് നരകം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിക്ഷിക്കും. സുന്നത്തുൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ പോയ ആളുകളുടെ സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞ അർത്ഥം സുന്നത്ത് എന്താണ്? സുന്നത്ത് എന്താ? സുന്നത്ത് ചര്യ, ചരിച്ചവന്റെ ചര്യ, അതിനാണെന്ത് പറയാ? സുന്നത്ത്. ചര്യകളാണ് നമ്മളെ സത്യത്തിൽ സുന്നത്താണ് മതം, സുന്നത്താണ് മില്ലത്ത്, ഉമ്മത്ത്, സുന്നത്ത്. ഈ പദങ്ങളാണ് ഇസ്ലാമിനെ ജീവിപ്പിക്കേണ്ടത്. എന്ത്? മില്ലത്ത്, ഉമ്മത്ത്, സുന്നത്ത്. ഈ ഡോക്യുമെന്റ് ഇസ്ലാം, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞില്ല, ഡോക്യുമെന്റ് ഇസ്ലാമാണ് കുഴപ്പം. നമുക്ക് വേണ്ടത് സുന്നത്തിന്റെ ഇസ്ലാമാണ്. എന്താ കാര്യം? നോക്കൂ നിങ്ങൾ, ഖുർആൻ ഡോക്യുമെന്റ് ആണ് അല്ലെ? അല്ലെ? ഖുർആൻ ഒരു ഡോക്യുമെന്റ് അല്ലേ? കേവലം ഒരു ഡോക്യുമെന്റ് എന്ന നിലയിൽ പരിശുദ്ധ ഖുർആനിനെ റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന ഭാഗത്ത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 ഇതനുസരിച്ച് ഇന്ന വിധി എന്ന് പറഞ്ഞെന്നോ? അതാണ്, അതായത് ജീവിച്ചു കാണിച്ചു. ഈ ഖുർആൻ അവതരിപ്പിക്കുന്നതൊക്കെയും ഓരോ ഘട്ടങ്ങളിലാണ് അല്ലെ? പക്ഷെ ആ ഖുർആൻ സ്വഭാവ രൂപീകരണം നടത്തപ്പെട്ട മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുന്നത്ത്. എവിടെയാണ് നമുക്ക് പഠിച്ചത്? ഡോക്യുമെന്റ് ഇസ്ലാമിന്റെ കൂടെ പോയപ്പോഴാണ് അല്ലെ? ഡോക്യുമെന്റ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ആ ഇസ്ലാം ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് നേരെ പറഞ്ഞ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല വചനാണ്. കാരണം അത് പറഞ്ഞാണ് ഖുർആനാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി, അല്ലാഹുവിനല്ലാതെ അധികാരമോ വിധിയോ നൽകാനുള്ള അവകാശമില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞെന്തറിയോ? കലിമത്തു ഹഖിൻ, നല്ല വചനാണ്. യുറാദു ബിഹൽ ബാത്തിലു, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബാത്തിലാണ്. ആരാ മുദ്രാവാക്യം ഉയർത്തിയത്? ഖവാരിജുകൾ. അലിയെ ശരിയല്ലെന്ന് പറഞ്ഞ ഖവാരിജുകൾ. അലിയെ മനുഷ്യരെ അള്ളാഹുവിന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യരല്ലാതെ പിന്നെ അള്ളാഹുവിന്റെ അധികാരം ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക? അത് ആരിൽ നിന്ന് പഠിച്ചില്ല? മുഹമ്മദ് നബീന്ന് പഠിച്ചില്ല. ഖുർആനിൽ നിന്ന് പഠിച്ചപ്പോ അവന് സ്വന്തം തോന്നിപ്പോയത് ഹുക്കുമൊക്കെ അള്ളാഹുവിനാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യൽ. അങ്ങനെ ആയാൽ ഇവിടെ അരാജകത്വം ഉണ്ടാവൂലേ? ഹുക്കുമ് അള്ളാഹുവിൽ നിന്ന് അതിന്റെ പ്രതിനിധിയായ ആരിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്? മനുഷ്യരെന്ന ഖലീഫയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ഖലീഫയുടെ സുന്നത്തിന്റെ ചുറ്റുവട്ടത്താണ് മുഹമ്മദ് നബിയുടെ സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഖവാരിജുകൾ അതിനെതിരായി. നോക്കൂ, ആ ഖവാരിസമാണ് പിന്നീട് ഹുക്കൂമത്തുൽ ഇസ്ലാമും ഇഖാമത്തുദ് ദീനും ആയി മാറിയത്. മനസ്സിലായോ? നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ വഴിപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു ആര്? ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യം ശിർക്കാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അത് ഡോക്യുമെന്റ് ഇസ്ലാമിന്റെ തകർച്ചയാണ്. മനസ്സിലായോ? ഡോക്യുമെന്റ് ഇസ്ലാമിന്റെ തകർച്ചയാണ് സകലിടത്തും. അതേസമയം നേരെ പാരമ്പര്യത്തിലേക്ക് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിനെ കണ്ടു സ്വഹാബത്തിനെ കണ്ടു, സ്വഹാബത്തിന് ശേഷം വന്നവർ. അവരാരായിരുന്നു? ആരുടെ ഉത്തരമാണ് ചോദിച്ചു തേടിയത്? ഖുർആന്റെയും സുന്നത്തിന്റെയും മുമ്പിലിരുന്ന് പരിശുദ്ധ ഖുർആന്റെ 2 ആയത്തും മനപ്പാടാക്കിയിട്ട് ഈ ആയത്തിൽ ഇങ്ങനെയാണ് പറയണമെന്നല്ല സ്വഹാബിയോട് ആര് ചോദിച്ചത്? താബിഈ ചോദിച്ചത്. സ്വഹാബിയോട് ചോദിച്ചത് എങ്ങനെ മുഹമ്മദ് നബി അതിനെ കണ്ടു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ റസൂൽ അതിൽ ജീവിച്ചത് എന്നാണ്. മനസ്സിലായോ? ആ ജീവിതത്തെ, അതായത് ഒരു കസ്റ്റമറി ലോ ആണ് ശരിക്കും പറഞ്ഞാൽ ശരിയായ
നിയമമായി നമ്മുടെ മുമ്പിൽ വന്നത്. അതാണ് മദ്ഹബുകൾ. കസ്റ്റമറി ലോയാണ്. അതായത് പാരമ്പര്യത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു തന്ന സുന്നത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമമുണ്ടാക്കിയത് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. അപ്പൊ ഖുർആനും ഹദീസും അവർക്ക് തെളിവല്ല എന്നാണോ? അല്ല, ഖുർആനും ഹദീസും ഒക്കെ അവർ അങ്ങ് ചേർത്ത് വെച്ചു. എന്നിട്ട് അവർ മുഹമ്മദ് നബി എന്ന് പറയുന്ന ജീവിതത്തെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് എന്ന ജീവിതം കാണാതെ ഖുർആനും ഹദീസും പഠിച്ചാൽ അപകടമാണ്. മനസ്സിലായോ നമുക്ക്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുതിയ എല്ലാത്തിന്റെയും കുഴപ്പത്തിന്റെ കാരണം. എന്നാൽ എന്തുകൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഈ ചര്യയാണ് പ്രധാനം. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുന്നേ നടന്നവരാണ് മുഹാജിറുകൾ, മുന്നേ നടന്നവരാണ് അൻസാറുകൾ, അവരുടെ പിന്നാലെ പോയവരാണ് വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നന്മയോടെ അനുധാവനം ചെയ്തവർ, അവരെ നന്മയോടെ കൂട്ടുപിടിച്ചവർ. അവിടെയാണ് തെറ്റുപറ്റിയത് പലർക്കും. ഈ ഉമ്മത്ത്, അതാണ് ഞാൻ ഈ 3 വേർഡിന് പ്രത്യേക ഇത് കൊടുത്തത്. ഉമ്മത്ത്, മില്ലത്ത്, സുന്നത്ത്. നോക്കൂ, ഇത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം. നിങ്ങൾ അങ്ങോട്ട് പോകണം, ഇബ്രാഹിമിന്റെ മില്ലത്ത് തുടരണമെന്ന്. ഇബ്രാഹിമിന്റെ വാക്കല്ല, ഇബ്രാഹിമിന്റെ മില്ലത്താണ്. നിങ്ങൾ എന്നെ തുടരണം. ഇത്തബിഊനി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും പറയുന്നു ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി. ഉണ്ടോ? നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ തുടരണം. ഇനി അവിടെ നിൽക്കോ? ഇല്ല, സ്വഹാബാക്കളെ തുടരണം. അതാണ് വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നന്മയോടെ തുടർന്നവർ. നന്മയോടെ തുടരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ സ്നേഹിക്കുകയും ചെയ്യാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രമുഖനായ വ്യാഖ്യാതാവ് പറയുന്നു, അവരെ കുറിച്ചൊന്നും ആക്ഷേപിക്കാതിരിക്കുകയും വല്ലദീന യദ്കുറൂന മഹാസിനഹും, അവരുടെ നന്മകൾ എടുത്തു പറയുകയും ചെയ്തുകൊണ്ട് അവരുടെ പിന്നാലെ പോയവരാണ് മുത്തബി, അവരാണ് താബി, അവരാണ് താബി താബി, അവരാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, അവരാണ് അഖീദകളുടെ ഇമാമിയങ്ങൾ, അവരാണ് നമ്മെ നന്മയുടെ മാർഗത്തിൽ കൊണ്ടുവന്നവർ. തിരിച്ച് ഖുർആൻ എന്നൊരു ഡോക്യുമെന്റിനെ മാത്രം നോക്കിയവനോ എന്തൊക്കെ പഴപ്പുണ്ടാക്കി അല്ലേ? കാരണം അവർ ബുദ്ധി കൊണ്ടാണ്, സ്വന്തം ബുദ്ധി കൊണ്ടാണ് ഖുർആനെ സമീപിച്ചത്. ഖുർആനെ സ്വന്തം ബുദ്ധി കൊണ്ട് സമീപിക്കാനാവില്ല. മുഹമ്മദ് നബിയെ മാറ്റി നിർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിനെ മാറ്റി നിർത്തി റളിയല്ലാഹു അൻഹും ഖുർആനെ സമീപിച്ചവൻ പഴച്ചു. അതല്ലേ കാലത്തിന്റെ മുല്ലത്ത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ ആയത്ത് ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചതാണെങ്കിലും പറയാം. കാലത്തിന്റെ മുല്ലത്തുൻ, ഉറുമ്പ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉദ്ഖുലൂ മസാകിനകും യാ അയ്യുഹൻ നോക്കൂ, അതിനിങ്ങനെ വ്യാഖ്യാനിച്ചാലോ? നംലത്ത് എന്ന് പറഞ്ഞത് ഒരു ഗോത്രവർഗക്കാരി പെണ്ണിന്റെ പേരാണ്. ഗോത്രവർഗക്കാരി പെണ്ണിന്റെ പേരാണ്. അവള് പറയാണ്, ആരോട് പറയാണ്? ഗോത്രവർഗത്തിലെ മുഴുവൻ പെണ്ണുങ്ങളോടും പറയാണ്, ഉദ്ഖുലൂ മസാകിനും, വേഗം വീട്ടിൽ കയറിക്കോട്ടോ. എന്താ കാര്യം എന്നറിയോ? ലാ യഹ്തിമന്നകും സുലൈമാനും വജുനൂദ്, സുലൈമാനും സൈന്യവുമുണ്ട്, ചവിട്ടും. ഞാനത് വിശദീകരിക്കല്ല, അതെത്ര മോശമായ ചവിട്ടാവുന്നു. ചവിട്ട് അവരറിയാതെ എന്ന് പറഞ്ഞത് വേറെന്ത് വ്യാഖ്യാനം കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ തപസ്സമദാഹിക്കാന്നുള്ളതിന് എന്ത് വ്യാഖ്യാനം കൊടുക്കണം? ആ ഗോത്രവർഗക്കാരി പെണ്ണിന്റെ മുമ്പിൽ സുലൈമാൻ നബി അങ്ങനെ ചിരിച്ചു നിന്നു പറഞ്ഞാൽ എന്ത് വ്യാഖ്യാനം കൊടുക്കണം കൂട്ടരെ? നിങ്ങൾ ആലോചിച്ചോക്കെ. അപ്പൊ ബുദ്ധി അപകടമാണ്. മനോഹരമായി പറയാം, അഷ്റഫുൽ ഖൽക്കിന്റെ വഴിയെ പോന്നിരുന്നുവെങ്കിൽ, സ്വഹാബത്തിന്റെ വഴിയെ പോന്നിരുന്നെങ്കിൽ ആ വ്യാഖ്യാനം കൃത്യമാണ്. എന്താ? നംലത്ത് ഉറുമ്പാണ്. ഉറുമ്പ് ഒരു ഉമ്മത്താണ് അല്ലെ? ഉറുമ്പ് ഒരു ഉമ്മത്താണ്. എന്താ ഉമ്മത്തിന്റെ പ്രത്യേകത? ഇമാം ഉണ്ടെങ്കിലേ ഉമ്മത്താവുന്നുള്ളൂ. അമ്മയ ഉമ്മു ഇമാം, അതിന്റെ പിന്നിൽ നിൽക്കുന്ന മഅ്മൂം, അത് രണ്ടും കൂടി ചേർന്നതാണ് ആര്? ഉമ്മത്ത്. ഇമാമുള്ളതിനാണ് ഉമ്മത്ത് എന്ന് പറയാ. ഉറുമ്പിനൊരു റാണിയുണ്ട്, അതുകൊണ്ടാണ് അതിനെ ഉമ്മത്ത് എന്നുള്ള വിളിച്ചത്. ഉമ്മത്ത് നിങ്ങളെപ്പോലത്തെ ഉമ്മത്താണ് കേട്ടോ. ആര്? ഉറുമ്പുകൾ.
കമ്മ്യൂണിക്കേഷൻ ഏറ്റവും സാധ്യതയുള്ള വളരെ മനോഹരമായ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഉമ്മത്താണ് ഏത് ഉമ്മത്ത്? ഉറുമ്പിന്റെ ഉമ്മത്ത്. ഇപ്പോ അത് നമ്മൾ പഠിച്ചപ്പോ പുതിയ ഗവേഷണ പഠനങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്, അതൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന് നാം പഠിച്ചപ്പോ നമുക്ക് ഇതിന്റെ മണ്ടത്തരം മനസ്സിലാകുന്നു. കുറച്ചു മുമ്പ് സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചവൻ എന്ത് വിട്ടിട്ടാണ് പറഞ്ഞത്? അതെന്ത് സമ്മതിക്കാനുള്ള മടിയായിരുന്നു? സുലൈമാൻ നബിക്ക് മുഅ്ജിസത്തുണ്ടെന്ന് സമ്മതിക്കാനുള്ള മടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, സുന്നത്തിനെയും ഇത്തിബായിനെയും മറന്നവന് സംഭവിച്ചു പോയതാണ് ആ അപകടം. ആ അപകടം ഒരിക്കലും സംഭവിക്കരുത്. ആ അപകടം അതാണ്. റസൂലിനെ കണ്ടു സഹാബത്ത്. അവിടെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ നബിയെ കണ്ടു എന്നുള്ള, അവർക്ക് ഇതിന്റെ വ്യാകരണം ഒന്നും പിടികിട്ടില്ല. നബിയെ കണ്ടു, നബി പറഞ്ഞതൊക്കെ കേട്ടു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ അവരൊരു പുസ്തകം എഴുതിയില്ല. മുഹമ്മദ് നബി ദർശനത്തിന്റെ നവജാലകങ്ങൾ തുറന്ന മഹായോഗി, അങ്ങനെ പുസ്തകം എഴുതിയില്ല. അങ്ങനെ പുസ്തകമൊന്നും എഴുതിയില്ല. മറിച്ച് എന്ത് ചെയ്തു? മുഹമ്മദ് നബി അവരുടെ ജീവിതമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇതൊക്കെ എഴുതും. എന്നിട്ട് നമ്പർ 1 മുഹമ്മദ് നബി ഇങ്ങനെ, നമ്പർ 2 മുഹമ്മദ് നബി ഇങ്ങനെ, നമ്പർ 3 മുഹമ്മദ് നബി ഇങ്ങനെ. ഇത് ഡോക്യുമെന്റ് ഇസ്ലാമാണ്. മനസ്സിലായോ? ആ ഡോക്യുമെന്റ് ഇസ്ലാമിന്റെ ഭാഗമാണ് ഐസ്. അതാണ് ബൊക്കോ ഹറാം. എന്താ കാര്യം? അവൻ ഡോക്യുമെന്റ് ഇസ്ലാമിനെ പഠിച്ചു, മനുഷ്യത്വത്തിന്റെ മുഹമ്മദ് നബിയെ കണ്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവൻ എന്ത് തോന്നി? കുഞ്ഞിനെ പോലും കൊണ്ടുപോയി കുഴിച്ച് ജീവനോടെ കുഴിച്ചു മൂടുന്ന പ്രാകൃതത്വം അവൻ ഇസ്ലാമികവൽക്കരിച്ചു. അതല്ലേ നമ്മൾ കേൾക്കുന്നത്? ഒരുപക്ഷെ അതിലൊക്കെ പല അജണ്ടകൾ ഉണ്ടാകാം. പക്ഷെ എന്ത് അജണ്ടയുണ്ടാകുമ്പോഴും അതിന്റെ ഒക്കെ ഉള്ളടക്കത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡോക്യുമെന്റ് ഇസ്ലാമിന്റെ പിന്നാലെ പോയത്. ഒറ്റപ്പണിയുള്ളൂ, ഇത്തിബാ, ശുദ്ധിയുള്ളവന്റെ പിന്നാലെ പോവുക. ഇത്തബി സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവന്റെ പിന്നാലെ പോവുക. അതാണ് ശരിയായ മാർഗം. സ്വഹാബത്ത് വന്നത് കേരളത്തിൽ, താബിഈങ്ങൾ നടന്നത് കേരളത്തിൽ, താബിഈങ്ങളും നടന്നത് കേരളത്തിൽ, മഖ്ദൂമീങ്ങൾ പടർന്നു പിടിച്ചതും കേരളത്തിൽ. പിന്നീട് ആ മഖ്ദൂമീങ്ങളുടെ വഴി വന്നത് സമസ്ത. നോക്കൂ, വന്നവരൊക്കെ ശുദ്ധർ, ഏറ്റവും ശുദ്ധർ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ജീവിതത്തിൽ നന്മയല്ലാത്തതൊന്നും കാണാത്ത വരക്കൽ മുല്ലക്കോയത്തിന് ശുദ്ധമായൊരു പൈതൃകം. ഇത്തിബാ, സുന്നത്തു റസൂലിന്റെ പിന്നാലെയുള്ള പോക്ക്, ഇത്തിബാ. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്ക ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ സിറാത്തുൽ മുസ്തഖീം കാണിച്ചത്. ഏതാ സിറാത്തുൽ മുസ്തഖീം? അള്ളാഹ്ക്ക് പറയാൻ ഒരുപാട് വഴിയില്ലേ സിറാത്തുൽ മുസ്തഖീം. ഒറ്റ വചനം, ഒറ്റ നിർവചനം. ഏതാ നിർവചനം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരാരോ അവരാണ്. കൈ ഉയർത്തിയാൽ ആകാശം പോലും കാർമേഘങ്ങൾ കൂടുകൂട്ടി മഴയായി പെയ്യാൻ കഴിയുന്ന കൈയായ മുസ്തജാബു ദുആത്തുകൾ ഈ മണ്ണിൽ കാലുവെച്ച് നടന്നു പോയിട്ടുണ്ട്, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരെ പോലെ. അങ്ങനെ പരമ്പരയാ അതിന്റെ മുന്നേ നടന്ന മഹാരഥന്മാരെ പോലെ. കൈവച്ചാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് മഴ പെയ്തിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് ഒരിക്കൽ വേദിയിലിരുന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് ആളുകളൊക്കെ പോകാൻ ഇങ്ങനെ വെമ്പി നിൽക്കുമ്പോൾ കണ്ണിയത്തിന്റെ ചെവിയിൽ ആരോ ചോദിച്ചു, ഉസ്താദെ ഇറങ്ങണില്ലേ? കണ്ണിയത്ത് ഇങ്ങനെ ഉറക്ക പറയുന്ന ആളാണ്. കണ്ണിയത്ത് പറഞ്ഞു, ഇറങ്ങൂല, കണ്ണിയത്ത് അള്ളാഹിനോട് ദ്വാരന്നിട്ടുണ്ട്, മഴ പെയ്തിട്ടേ കണ്ണിയത്ത് ഇറങ്ങൂ. ആളുകൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരുന്നു. എന്ത് ചെയ്യും? ഉസ്താദ് ഇറങ്ങാതെ ആളുകൾക്ക് എഴുന്നേൽക്കാൻ വയ്യ. പക്ഷേ സെക്കൻഡുകൾക്ക് മുമ്പേ അള്ളാഹുവിന്റെ ദർബാർ തീരുമാനിച്ചു, എന്റെ അടിമ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞാൽ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ഇന്നലില്ലാഹി ഇബാദൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹ്ക്ക് ചില അടിമകളുണ്ട്, അവരൊരു തീരുമാനം പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കൂ. തന്റെ അമ്മായിക്കെതിരെ പ്രതികാര നടപടിയെടുക്കാൻ ഒരു ഗോത്രത്തിലെ പെണ്ണിന്റെ പല്ല് പോയതിന്റെ പേരിൽ സ്വന്തം അമ്മായിക്കെതിരെ നടപടിയെടുക്കാൻ റസൂൽ തീരുമാനിച്ചു. അവരുടെ പല്ലു കളയണമെന്ന് പറഞ്ഞു. മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അത് കേൾത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നടക്കൂല എന്ന് പറഞ്ഞു. റസൂൽ തീരുമാനം എടുക്കുമ്പോ അബ്ബാസ് പറയാണ് അത് നടക്കൂല. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ഗോത്രത്തിലെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങളത് സഹിച്ചു, ഞങ്ങളത് ക്ഷമിച്ചു. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ദയാഹർജി ആർക്കാണ് കൊടുക്കേണ്ടത്? അതാണ് ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായ രീതി. ദയാഹർജി ഇര തന്നെ പറയാണ്, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ സംഗതി രക്ഷപ്പെട്ടു. അങ്ങനെ ഇരയുടെ ആളുകൾ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു. അപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്നലില്ലാഹി ഇബാദൻ
അള്ളാഹ്ക്ക് ചില അടിമകളുണ്ട്. ലൗ അഖ്സമ അലല്ലാഹ്, അവരെങ്ങാനും അള്ളാഹുവിനെ മുമ്പിൽ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ ലാ ബർറ, അങ്ങനെ സംഭവിക്കൂ, അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. അതെ, അള്ളാഹുവിന്റെ അത്തരം അടിമകൾ. കണ്യത്ത് ഉസ്താദ് പറയാണ്, കണ്യത്തിറങ്ങൂല. റബ്ബ് മഴ പെയ്തിട്ട് അത് തന്നിട്ടല്ലാതെ കണ്യത്തിറങ്ങൂല. 5 മിനിറ്റിനുള്ളിൽ മഴ പെയ്തു എന്ന് ജീവിക്കുന്ന മനുഷ്യർ പറയുന്നു. ആ മനുഷ്യർ, അത്തരം മനുഷ്യരുടെ പിന്നാലെ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഞാൻ പറഞ്ഞ സുന്നത്തും ഇത്തിബാഉം ഒക്കെ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഖുർആനിനെ അല്ലാതെ വായിച്ചാൽ അത് അപകടമാണ്. അല്ലാതെ വായിക്കാതിരിക്കാനാണ് നമ്മൾ ഈ മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ പിന്നാലെ പോകുന്നത്. കാരണം ഇല്ലെങ്കിൽ റസൂലില്ലാത്ത, സ്വഹാബത്തില്ലാത്ത ഖുർആൻ വരണ്ടുണങ്ങിയ മരുഭൂമിയാണ്. ആ മരുഭൂമിയിലേക്ക് നമ്മൾ പേടിച്ചു കടന്നാൽ അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകും. റസൂൽ എന്ന് പറയുന്ന ഉർവരതയുണ്ടല്ലോ, മരുഭൂമിയുടെ സംസമായി പൊട്ടിയുറന്ന ഉർവരത, അതിന്റെ പിന്നാലെ പോകുമ്പോഴേ ഖുർആനിന്റെ മധുരം നമുക്ക് മനസ്സിലാവും. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. അർഹമുറാഹിമീനായ റബ്ബദിന് ഭാഗ്യം തരുമാറാകട്ടെ. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമുറാഹിമീനായ റബ്ബേ, ഈ പരിശുദ്ധ സദസ്സിലിരുന്നത് പോലെ നീ ഞങ്ങളെ സ്വർഗത്തിലിരുത്തണേ അല്ലാഹ്.